എറണാകുളം സ്കൈലൈൻ അപ്പാർട്ട്മെന്റ്സിൽ നിന്നും 8 വയസ്സുകാരി തനിഷ്കയുടെയും അമ്മ തൻവിയുടെയും തിരോധാനത്തിൽ ദുരൂഹത ആരോപിച്ചുകൊണ്ട് ബന്ധുക്കൾ രംഗത്ത്. 2019 ജൂലൈ മാസം ഒടുക്കത്തിലാണ് 8 വയസ്സുകാരി ശിഖ എന്ന് വിളിക്കുന്ന തനിഷ്കയെയും അമ്മ തൻവി സുബ്രഹ്മണ്യത്തെയും എറണാകുളം സ്കൈലൈൻ അപ്പാർട്ട്മെന്റിൽ നിന്നും കാണാതെയാകുന്നത്. ഫ്ളാറ്റിൽ അവർ രണ്ടുപേരും മാത്രമാണ് താമസമെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. തനിഷ്കയുടെ സ്കൂൾ പഠനം മുടങ്ങിയതോടെയാണ് സ്കൂൾ അധികൃതരുടെ അന്വേഷണത്തിലൂടെ ഇവരുടെ മിസ്സിംഗ് പുറം ലോകം അറിയുന്നത്. കാണാതായ ദിവസം, അതായത് ജൂലൈ 20-ാം തീയതി രാത്രി വരെ അവർ ഫ്ളാറ്റിലുണ്ടായിരുന്നതിന് ദൃക്സാക്ഷികളുണ്ട്. മതിയടോ. നിർദ്ദേശം ലഭിച്ചതും സബ് ഇൻസ്പെക്ടർ അജ്മൽ അൽത്താഫ് മലയാള ഭൂമി എന്ന് എഴുതിയ പത്രം നാലായി മടക്കി മുന്നിലെ മേശയിലേക്ക് വെച്ചു. അതായത് ജൂലൈ 20-ാം തീയതി അർദ്ധരാത്രി വരെ ആ പെൺകുട്ടിയും അമ്മയും ആ ഫ്ളാറ്റിലുണ്ടായിരുന്നു. അതിനുശേഷം ആരും അവരെ കണ്ടിട്ടില്ല. എന്തിന്? അവർ ആ ഫ്ളാറ്റ് വിട്ട് പുറത്തു പോയതിന് ദൃക്സാക്ഷികളില്ല. മാത്രമല്ല, അവർ താമസിച്ചിരുന്നു എന്ന് പറയുന്ന ഈ ഫ്ളാറ്റിൽ യാതൊരു വിധത്തിലുള്ള മൽപ്പിടുത്തം നടന്നതിന്റെ ലക്ഷണങ്ങളുമില്ല. പിന്നെ തനിഷ്കയമ്മ എവിടെ പോയടോ? 2 മാസമായിട്ടും ഒരു തുമ്പ് പോലും ഉണ്ടാക്കാൻ നമ്മൾ കേരള പോലീസിന് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ പിന്നെ ഈ കാക്കി അണിയുന്നതിൽ എന്തർത്ഥാണടോ? ഇരുന്നിടത്തു നിന്നും ACP സൂര്യ ക്രോധത്തോടെ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് എഴുന്നേറ്റു. സാങ്കേതിക വിദ്യ ഇത്രത്തോളം പുരോഗമിച്ച ഈ കാലത്തും അവരുടെ സിഗ്നൽ പോലും കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വാട്ട് ദി ഹെൽ മിസ്റ്റർ അജ്മൽ? അവരുടെ തുടരെയുള്ള കുറ്റപ്പെടുത്തലുകൾ കേൾക്കെ അജ്മൽ തന്റെ ദേഷ്യവും മുഷ്ടിക്കുള്ളിൽ ഒതുക്കി. മാം, ദയവായി പറയുന്നത് മനസ്സിലാക്കേണ്ട മനസ്സെങ്കിലും കാണിക്കണം. പരമാവധി ശബ്ദം താഴ്ത്തി അയാൾ പറഞ്ഞതും സൂര്യ വീണ്ടും തന്റെ സ്ഥാനത്തേക്ക് അമർന്നിരുന്നു. മാഡം, നമുക്ക് പരാതി ലഭിക്കുന്നത് തനിഷ്ക പഠിച്ചിരുന്ന സ്കൂൾ മാനേജ്മെന്റിൽ നിന്നാണ്. അതും ഈ തിരോധാനം നടന്ന് 10 ദിവസത്തിന് ശേഷം. അവിടുത്തെ അസോസിയേഷനെ പോലും അറിയിക്കാതെ അവർ ഒരു രാത്രി ഇരുട്ടി വിളക്ക് മുമ്പ് കുഞ്ഞിനെയും കൊണ്ട് എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് എന്തിനും പോണം എന്ന സംശയത്തിലാകണം അവിടുത്തെ അസോസിയേഷനും സ്കൂൾ മാനേജ്മെന്റും ചേർന്ന് സംയുക്തമായി ഒരു പരാതി എഴുതി നമുക്ക് നൽകിയത്. നമ്മുടെ സംഘം അവിടെ എത്തുമ്പോൾ ആ ഫ്ളാറ്റ് പൂട്ടിയ നിലയിലായിരുന്നു. നമ്മുടെ ടീം വാതിൽ തകർത്താണ് അകത്ത് കയറിയത്. അതിനുള്ളിലെ യാതൊന്നും തകർത്തിട്ടോ സ്ഥാനചലനം സംഭവിച്ച രീതിയിലോ കാണാൻ സാധിച്ചില്ല. എല്ലാം കൃത്യസ്ഥാനത്ത് അടുക്കും ചിട്ടയോടും വെച്ചിരുന്നു. ഒരു ഡസ്റ്റ്ബിന്നിൽ തനിഷ്ക അന്ന് ധരിച്ചിരുന്ന സ്കൂൾ യൂണിഫോം, പിന്നെ തൻവിയുടെ ഓഫീസ് ഡ്രസ് എന്നിവ ഉണ്ടായിരുന്നു. ഇതൊഴിച്ചാൽ അവിടെയെല്ലാം കൃത്യമായിരുന്നു മാം. കിച്ചണിൽ നിന്നാണ് തൻവിയുടെ മൊബൈൽ ഫോൺ നമുക്ക് ലഭിക്കുന്നത്. അത് ഫോറൻസിക് ടീം അന്ന് തന്നെ പരിശോധിച്ചു. അതിൽ തൻവിയുടെയും തനിഷ്കയുടേതും അല്ലാതെ തൻവിയുടെ ഓഫീസ് കൊളീഗ് മിസ് അനുപമ എന്ന കുട്ടിയുടെ ഫിംഗർ പ്രിന്റ്സ് ആണ് ഉണ്ടായിരുന്നത്. അവർ എവിടെ പോയി, എങ്ങനെ പോയി, എപ്പോൾ പോയി? ഇതിനൊന്നും നമ്മുടെ പക്കൽ ഉത്തരവില്ല. അവർ ആ ഫ്ളാറ്റ് വിട്ട് പുറത്തിറങ്ങിയതിന് തെളിവുകളുമില്ല. CCTV ഫുട്ടേജിൽ പോലും അവർ അകത്ത് കയറി കഥകടയ്ക്കുന്നത് വരെയുള്ള ദൃശ്യങ്ങളുണ്ട്. പിന്നെ അവർ എവിടെ പോയടോ? ആവിയായി പോയോ? അതോ അവർ പ്രേതങ്ങളായിരുന്നോ? അറിയില്ല മാഡം. ലുക്കൌട്ട് നോട്ടീസ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, അന്നത്തെ മുതലുള്ള സകലമാന പത്രങ്ങളിലും ചാനലുകളിലും കുറേ ദിവസത്തെ ബ്രേക്കിംഗ് ന്യൂസ് പോലും ഇതായിരുന്നു. ഫോറൻസിക് ടീം മരിച്ചു പിറക്കിയിട്ടും അവിടുന്ന് ഒരു തുമ്പ് പോലും ലഭിച്ചില്ല. മൂന്നാമതൊരാളുടെ സാന്നിധ്യം വ്യക്തമായിട്ടില്ല. ലോക്കൽ പോലീസ് നിന്നെടുത്ത് തന്നെയാണ് മാഡം, സ്കൈലൈൻ അപ്പാർട്ട്മെന്റ്സിൽ. ഓക്കെ അജ്മൽ, കാണാതാകുന്നതിന് ഒരാഴ്ച മുമ്പ് മുതലുള്ള തൻവിയുടെ കോൾ റെക്കോർഡ് ആൻഡ് ഫ്ലാറ്റിലെ CCTV ഫുട്ടേജ് എന്നിവ എൻ്റെ മുന്നിൽ ഹാജരാക്കണം. പിന്നെ തൻവിക്ക് ഓഫീസിലും തനിഷ്കയ്ക്ക് സ്കൂളിലും സന്ദർശകരുണ്ടായിരുന്നോ എന്നുള്ളതും അന്വേഷിക്കണം. കാണാതായ ദിവസം മാത്രമല്ല, അതിനു മുമ്പും. പിന്നെ തൻവിയുടെ പാരൻസ്, റിലേറ്റീവ്സ്, റിലേഷൻ, കറന്റ് സ്റ്റാറ്റസ് ഒക്കെ കളക്ട് ചെയ്യണം. ആ കുട്ടിയുടെ ബാങ്ക് റെക്കോർഡ്സ് ചെക്ക് ചെയ്യണം. ഈ 7 മാസത്തിലെപ്പോഴെങ്കിലും അതിൽ നിന്ന് വിഡ്രോ ചെയ്യുകയോ ഡെപ്പോസിറ്റ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. എന്തെങ്കിലും ഹിന്റ് ലഭിക്കാതെ വരില്ല. തൻവിയോട് വിരോധമുള്ള ആരെങ്കിലും ഫ്ലാറ്റിലോ ഓഫീസിലോ ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം. ഓക്കെ, യു ക്യാൻ ഗോ നൗ. താങ്ക് യു മാം. അജ്മൽ ഓഫീസിൽ നിന്നും സല്യൂട്ട് ചെയ്ത് പുറത്തേക്ക് പോയതും സൂര്യ റിവോൾവിംഗ് ചെയറിൽ പിന്നിലേക്ക് ചാഞ്ഞിരുന്നു. അവൻ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനായും ഒന്നിനു പിറകെ ഒന്നായി അവൾ മനസ്സിലിട്ട് കണക്ട് ചെയ്തു. കാണാതായ ദിവസം ഓഫീസിൽ നിന്നും ബയോമെട്രിക് മെഷീനിൽ പഞ്ച് ചെയ്തിറങ്ങുന്ന തൻവി, അവൾക്കൊപ്പം പുറത്തേക്ക് ഇറങ്ങുന്ന കൊളീഗ്സ് അനുപമ, വിഷ്ണു, ഹിബ, ഐശ്വര്യ. പാർക്കിംഗ് ലോട്ടിൽ നിന്നും സ്വന്തം വണ്ടിയെടുത്ത് സുഹൃത്തുക്കളോട് യാത്ര പറഞ്ഞുകൊണ്ട് മകള് പഠിക്കുന്ന സ്കൂളിലേക്ക് പോകുന്ന തൻവി. അവൾക്ക് പിന്നാലെ പിരിഞ്ഞുകൊണ്ട് അവരവരുടെ വീടുകളിലേക്ക് പോകുന്ന സുഹൃത്തുക്കൾ. സ്കൂൾ ഗേറ്റിൽ അമ്മയ്ക്കായി കാത്തു നിൽക്കുന്ന തനിഷ്ക. അരമണിക്കൂറിനൊടുവിൽ മകൾക്കരികിൽ എത്തിച്ചേരുന്ന തൻവി. അവർ ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോകുന്നു. 5 മണിക്കുള്ളിൽ ഫ്ളാറ്റിൽ തിരിച്ചെത്തുന്നു. ലിഫ്റ്റിൽ 11-ാം നിലയിലെ ഫ്ളാറ്റിന് മുന്നിലെത്തി കീ ഉപയോഗിച്ച് തുറന്ന് അകത്ത് കയറുന്നു. അതിനുശേഷം അതിനുള്ളിൽ നിന്നും അവർ പുറത്തു വന്നിട്ടില്ല. അവർക്കുള്ള പാല് പാക്കറ്റുകൾ പുറത്തു വന്നിട്ടുണ്ടാകില്ലേ? പത്രം. എന്തുകൊണ്ട് അയൽക്കാർ അത് ശ്രദ്ധിച്ചില്ല? അതോ ഇതിനു മുമ്പും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? തൻവിയും മകളും ഇത്തരത്തിൽ യാത്ര ചെയ്യുന്നവരാണോ? ആണെങ്കിൽ എന്തുകൊണ്ട് മൊബൈൽ ഫോൺ കൊണ്ടുപോയില്ല? ഈ ചോദ്യങ്ങൾക്കാണ് ആദ്യം ഉത്തരം കണ്ടെത്തേണ്ടത്. അവർ സ്വയം കൂട്ടിയും കിഴിച്ചും ഒരു ഉത്തരത്തിൽ വന്നു നിന്നു. അല്പനേരത്തെ ആലോചനയ്ക്കൊടുവിൽ മേലുദ്യോഗസ്ഥന്റെ വിളി വന്നതിനെ തുടർന്ന് അദ്ദേഹത്തെ കാണുന്നതിനായി പുറപ്പെട്ടു.
ADGP സാമുവൽ ഈപ്പൻ ഓഫീസിന് മുന്നിലെ നെയിൻ ബോർഡിൽ നോക്കി വായിച്ചുകൊണ്ട് ACP കഥകിൽ മെല്ലെ തട്ടി അകത്തേക്ക് കയറുന്നതിനായി അനുവാദം ചോദിച്ചു. മറ്റൊരു കോളിലായിരുന്ന അദ്ദേഹം അനുവാദം കൊടുക്കുകയും ഇരിക്കാൻ കരങ്ങൾ കൊണ്ട് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. അല്പസമയത്തിന് ശേഷം ഫോൺ കോൾ അവസാനിപ്പിച്ചുകൊണ്ട് അവർക്ക് നേരെ പുഞ്ചിരിച്ചു. തനിക്കാണ് സ്കൈലൈൻ അപ്പാർട്ട്മെന്റ് മിസ്സിംഗ് കേസ് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നത് അല്ലേ? യെസ് സർ. എവിടെ നിന്ന് തുടങ്ങണമെന്ന് വല്ല ഊഹവും ഉണ്ടോ സൂര്യ? തുടങ്ങാൻ ഒരുപാട് സ്റ്റാർട്ടിംഗ് പോയിന്റ്സ് ഉണ്ട് സർ. പക്ഷേ ഈ കേസിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ, ടേണിംഗ് പോയിന്റ്സ് ഇല്ല. നമുക്കാവശ്യം വഴിത്തിരിവുകളാണ്. ഒരുപാട് നിഗൂഢതകളുള്ള ഒരു മിസ്സിംഗ് കേസാണിത്. സർ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ ഒരു വർഷത്തിനിടെ നടന്നിരിക്കുന്ന സമാനമായ കേസുകളുടെ ലിസ്റ്റ് ആൻഡ് ഡീറ്റെയിൽസ് ലഭിച്ചിരുന്നുവെങ്കിൽ ഉപകാരമായിരുന്നേനെ. എന്ത് ബുദ്ധിമുട്ട്? വിത്തിൻ 2 hours തനിക്ക് ഡീറ്റെയിൽസ് കിട്ടിയിരിക്കും. താങ്ക് യു സർ. മേ ഐ? പുറത്തേക്ക് പോകാനായി സൂര്യ അനുവാദം ചോദിച്ചു. അദ്ദേഹത്തിന്റെ സമ്മതം ലഭിച്ചതും അവൾ പുറത്തേക്ക് ചുവടുകൾ വെച്ചു. DGP ഓഫീസിന് പുറത്തുണ്ടായിരുന്നവരുടെ കണ്ണുകൾ അവളിൽ തന്നെയായിരുന്നു. പ്രായം ഏകദേശം 28 വയസ്സ്. വൈറ്റ് ഷർട്ട് ആൻഡ് യൂണിഫോം പാൻസ് ആയിരുന്നു വേഷം. പോക്കറ്റിൽ തൂങ്ങിയായിരുന്ന കൂളിംഗ് ഗ്ലാസ്. വാഹനത്തിൽ അവൾ പുറത്തേക്ക് പോകവേ കണ്ണുകൾ പതിഞ്ഞ ചുവരുകളിൽ എല്ലാം തന്നെ ലുക്കൌട്ട് നോട്ടീസ് ഉണ്ടായിരുന്നു. പോലീസിനെതിരെയുള്ള പ്രതിഷേധങ്ങളും. എവിടെയാണ് തൻവിയും തനിഷ്കയും? അടുത്ത ദിവസം സൂര്യ സ്കൈലൈൻ അപ്പാർട്ട്മെന്റിലേക്ക് ഇൻവെസ്റ്റിഗേഷന് വേണ്ടി കാലെടുത്തു കുത്തുമ്പോൾ അവിടെ മാധ്യമങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു. അവർ ദേഷ്യത്തിൽ അജ്മലിനെ കണക്ട് ചെയ്തു. വാട്ട് ഈസ് ദിസ് അജ്മൽ? നമ്മൾ എന്ത് പ്ലാൻ ചെയ്തു? എന്താണിപ്പോൾ നടക്കുന്നത്? വാട്ട് ഹാപ്പൻ മാഡം? ഞാനുടനെ അങ്ങോട്ടേക്ക് തിരിക്കാം. ജസ്റ്റ് ഹാഫ് ആൻ അവർ. അജ്മൽ കാര്യം മനസ്സിലാക്കാതെ വെപ്രാളപ്പെട്ടു. ദെൻ ജസ്റ്റ് ഡു ദാറ്റ് മാൻ. സൂര്യ ഫോൺ ഓഫ് ചെയ്ത് പാൻസിലേക്ക് തിരികെ പുറത്തേക്ക് നടന്നു. ദൂരെ ദി ട്രൂത്ത് എന്നെഴുതിയ വാൻ കണ്ടതോടെ സൂര്യയുടെ മുഖം വീർത്ത് കെട്ടി. ഇവരും ഉണ്ടോ? ഇനി തുമ്പൊക്കെ ഇവര് കണ്ടെത്തിക്കോളും. നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണോ? പെറുപെറുത്തുകൊണ്ട് അവർക്ക് മുഖം കൊടുക്കാതെ എൻട്രൻസിലേക്ക് നടന്നു നീങ്ങുന്ന അവൾക്ക് പിന്നാലെ മൈക്കും ക്യാമറയുമായി ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. മാഡം, എനി ക്ലൂ? ഇപ്പോഴും അവർ ജീവനോടെ ഉണ്ടെന്ന് തന്നെയാണോ പോലീസിന്റെ നിഗമനം? പോലീസിന് ആരെങ്കിലും സംശയം? ചോദ്യങ്ങൾ നീളുന്നതിനനുസരിച്ച് അവളുടെ മുഖം കൂടുതൽ ചുവന്നു വന്നു. പ്ലീസ് ഗിവ് സം സ്പേസ്. എനിക്ക് കേസ് ഹാൻഡ് ഓവർ ചെയ്തിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. ഈ സ്പോട്ടിൽ ഞാൻ വരുന്നത് പോലും ഇത് ആദ്യമായിട്ടാണ്. ഈ ഫ്ലാറ്റ് കാണും മുന്നേ എങ്ങനെയാണ് എനിക്ക് നിഗമനങ്ങൾ ഉണ്ടാവുക? സോ ഞാനൊന്ന് തൻവിയുടെ ഫ്ലാറ്റ് പരിശോധിക്കട്ടെ, ബാക്കിയൊക്കെ പിന്നെ. മാഡം. കൂടുതൽ ചോദിക്കും മുന്നേ സൂര്യ നോ കമന്റ്സ് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു. പിന്നാലെ അജ്മലും. അയാളുടെ വൈകി വരവിലെ നീരസം പ്രകടിപ്പിച്ച് മുന്നിലേക്ക് നടന്ന അവൾക്കടുത്തേക്ക് ഫ്ളാറ്റിലെ അസോസിയേഷൻ ഭാരവാഹികൾ നടന്നെടുത്തു. അവരോട് കൂടുതലൊന്നും തന്നെ സംസാരിക്കാതെ ഫ്ളാറ്റിന്റെ കീക്ക് വേണ്ടി കൈനീട്ടി. പ്രസിഡന്റ്, സെക്യൂരിറ്റി എന്ന് നീട്ടി വിളിച്ചുകൊണ്ട് അയാളിൽ നിന്ന് കീ വാങ്ങി അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തു. ചടുലമായ കാൽവയ്പോടെ അവർ ലിഫ്റ്റ് വരെ എത്തി നിന്നു. ലിഫ്റ്റിൽ തങ്ങൾ അനുഗമിക്കാൻ തുനിഞ്ഞ ഭാരവാഹികളെ തടഞ്ഞുകൊണ്ട് സൂര്യയും അജ്മലും മാത്രമായി ലിഫ്റ്റിലേക്ക് കയറി. 11ാം നിലയിലെ 11B കയറും മുന്നേ സൂര്യ അജ്മലിനെ രഹസ്യമായി എന്തോ നിർദ്ദേശിച്ചു. അജ്മൽ സല്യൂട്ട് ചെയ്ത് തിരികെ ലിഫ്റ്റ് ഉപയോഗിച്ച് താഴേക്ക് തന്നെ പോയി. കതക് തുറന്ന് സൂര്യ ഫ്ളാറ്റിനുള്ളിലേക്ക് കയറി. ഭംഗിയായി അലങ്കരിച്ചിരിക്കുന്ന ചെറിയൊരു വിസിറ്റിംഗ് ഏരിയ. അത് കടന്നു ചെന്നാൽ പിന്നെ ഡൈനിങ് ഏരിയ. അവിടുന്ന് 2 മുറികളിലേക്കും അടുക്കളയിലേക്കുമുള്ള വാതിലുകൾ. അവൾ അവിടെ മുഴുവനായി ഓടിച്ചിട്ട് ഒന്ന് നോക്കി കണ്ടു. തൻവിയുടെ മൊബൈൽ കിച്ചണിൽ ഇരുന്നിടം മാർക്ക് ചെയ്തിട്ടുണ്ട്. ചുറ്റിക്കറങ്ങി ഹാളിൽ എന്തിലോ കണ്ണുടക്കിയതും അവൾ അജ്മലിനെ അങ്ങോട്ടേക്ക് തിരിച്ചു വിളിച്ചു. വിളിയെത്തി മിനിറ്റുകൾക്കുള്ളിൽ അജ്മൽ അവിടെ ഹാജരായി. അജ്മൽ, ഈ ഫ്ലാറ്റ് ശരിക്കൊന്ന് നിരീക്ഷിക്ക്. തനിക്ക് അസ്വാഭാവികമായി ഒന്നും തന്നെ തോന്നുന്നില്ല എന്ന് ഉറപ്പുവരുത്ത്. സൂര്യയുടെ സംസാരത്തിൽ തന്നെ അവിടെ നിന്നും എന്തോ ഒരു തുമ്പ് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ അജ്മൽ ഉറപ്പിച്ചു. മുൻപ് പലവട്ടം വന്നതാണെങ്കിൽ പോലും ഇത്തവണ വളരെ ശ്രദ്ധയോടെ ഒന്നുവിടാതെ ചുമരുകൾ വരെ കൃത്യമായി അവൻ നിരീക്ഷിച്ചു. അവസാനം സൂര്യയുടെ ചുടികളിൽ വിരിഞ്ഞ അതേ മന്ദഹാസം അജ്മലിലേക്ക് പകർന്നു. അവൻ ആഹ്ലാദത്തോടെ വിളിച്ചു, മാഡം ഇത്. ബട്ട് എങ്ങനെ മാഡം? കുറഞ്ഞത് 5 തവണയെങ്കിലും ഞങ്ങളുടെ ടീം ഇവിടെ വന്നിട്ടുണ്ട്. അന്നൊന്നും ഇത് കണ്ടിട്ടേയില്ല. ഇത് എങ്ങോട്ട് പോകാനാണ് അജു? നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്ന് പറയൂ. ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായില്ലേ? തൻവി ഒളിച്ചോടിയതല്ല, ആരോ ട്രാപ്പിൽപ്പെടുത്തിയിരിക്കുന്നു. സൂര്യ ഉറപ്പോടെ പറഞ്ഞു നിർത്തി. പക്ഷെ ആരാണ് മാഡം? ഞങ്ങൾ അന്വേഷിച്ചറിഞ്ഞത് വെച്ച് നോക്കിയാൽ തൻവിക്ക് ശത്രുക്കളാരും തന്നെയില്ല. അത്രയ്ക്ക് പാവം പിടിച്ച പെൺകുട്ടി. അപ്പ അയ്യർമഠം സുബ്രഹ്മണ്യം, അമ്മ ജാനകി അമ്മൾ, സഹോദരൻ തന്മയ് സുബ്രഹ്മണ്യം. പഠനത്തിലൊക്കെ മിടുക്കിയായിരുന്നു. പ്രണയ വിവാഹം. ഇപ്പോൾ കുറച്ചായി അവർ പിരിഞ്ഞാണ് ജീവിക്കുന്നത്. ഹസ്ബൻഡ് ആൽവിൻ പോലീസിലാണ്. തൻവിയുടെ അപ്പ വാട്ടർ അതോറിറ്റിയിലാണ്, റിട്ടയർഡാണ്. സഹോദരൻ പുറത്താണ്, UK. അടുത്ത കൂട്ടുകാരി ഹിബ, അവരുടെ കൂടെയായിരുന്നു കുറച്ചുനാൾ തൻവി. ഹസ്ബൻഡിനോട് പിണങ്ങിയതോടെ വീട്ടുകാർ സ്വീകരിച്ചു. കുറച്ചുനാൾ അവിടെ താമസിച്ചു. ഇൻഫോ പാർക്കിൽ ഹിബ വഴി ജോബ് കിട്ടിയപ്പോൾ അവിടുന്ന് വന്ന് ഇവിടെ താമസാക്കി. ബാക്കിയുള്ളവർ സഹപ്രവർത്തകരൊക്കെയാണ്. അതിൽ കവിഞ്ഞ ഇഷ്ടമൊന്നും ആരോടും തൻവിക്കില്ല. അജുവിന്റെ വിശദീകരണത്തിൽ സൂര്യ ചുണ്ടുകൾ ഉള്ളിലേക്ക് കടിച്ചു പിടിച്ച് ഒന്ന് തലകുലുക്കി. വാട്ട് അബൌട്ട് ഹെർ ഹസ്ബൻഡ് മിസ്റ്റർ ആൽബിൻ?
ആൽബിജൻ. സോറി മാഡം. ആൽബിൻ എൻ്റെ സുഹൃത്തായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. തൻവിയെ വലിയ കാര്യമായിരുന്നു. അവരെ കാണാൻ പലവട്ടം ഇവിടെ വന്നിരുന്നു. സാധിച്ചില്ലെന്നാണ് പറഞ്ഞിരുന്നത്. ഈ ആൽബിൻ ആളെങ്ങനെ? ആൽബിൻ പക്കാ ജെന്റിൽമാനാണ് മാഡം. വലിയില്ല കുടിയില്ല, സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ്. പക്ഷെ ഇപ്പോൾ തൻവിയുടെ മിസ്സിങ്ങിന് ശേഷം ആൾ കുറച്ച് ഡിപ്രസ്ഡ് ആണ്. സ്വല്പം കുടിയും. അജു, ഞാൻ പറഞ്ഞവരുടെ ലിസ്റ്റ് എടുത്തോ? എടുത്തു മാഡം. തൻവിയുടെ മിസ്സിങ്ങിന് ശേഷം ഒരൊറ്റ തവണ ഹിബ മാത്രമേ കാണാനായി ഇവിടെ വന്നിട്ടുള്ളൂ. എന്നാ മിസ്സിങ്ങിന് മുമ്പ് ആൽബിൻ, ആ കുട്ടിയുടെ അച്ഛൻ, ഫ്രണ്ട്സ്, ഓഫീസിലുള്ളവർ, ഇവിടെ അടുത്തുള്ള ഓഫനേജിലൊരു സിസ്റ്റർ, അങ്ങനെ കുറച്ചു പേർ വന്നിരുന്നു. തൻവിയുടെ മിസ്സിംഗ് നടന്ന ഒരാഴ്ചയ്ക്ക് ശേഷം പോലും ഈ അടുത്ത കൂട്ടുകാരെ ഹിബ എന്തുകൊണ്ട് പോലീസിൽ പറഞ്ഞില്ല? അത് ചോദിച്ചില്ലേ? അത് മാം, ഇതിനു മുമ്പും ഇങ്ങനെ ഒരു മിസ്സിംഗ് നടന്നിട്ടുണ്ട്. ആൽബിനുമായുള്ള അഫയർ തൻവിയുടെ വീട്ടിൽ അറിഞ്ഞതിന് ശേഷം. സോ കാണാതായതിന്റെ പിറ്റേന്ന് ഇവിടെ വന്നപ്പോൾ തൻവി ഇവിടെ ഇല്ല. അന്നത്തെ പോലെ ആകുമെന്ന് കരുതി പോലും. പിന്നെ ആൽബിൻ ഇവിടെ തൻവിയെ കാണാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അവർക്കറിയാമായിരുന്നു. അയാളെ നേരിടാതിരിക്കാൻ വേണ്ടി പോകാമല്ലോ. ഒരാഴ്ചയ്ക്ക് ശേഷം സ്കൂൾ അധികൃതർ അന്വേഷിച്ചെന്ന് പറഞ്ഞല്ലോ. അന്ന് ഈ ഹിബയെ കൂടെ അവർ വിളിച്ചിരുന്നു. അതിനുശേഷമാണ് സംഗതി വേറെയാണെന്ന് ഹിബ മനസ്സിലാക്കുന്നത്. അജു, നമുക്ക് മുന്നിൽ 3 ചോദ്യങ്ങളായിരുന്നു. ആദ്യത്തേത് തൻവിക്ക് എന്ത് സംഭവിച്ചു? ഒന്നുകിൽ ഒളിച്ചോട്ടം, അല്ലെങ്കിൽ കിഡ്നാപ്പിംഗ്. 2 സാധ്യതകളായിരുന്നു. പക്ഷെ ഇന്നത്തെ ക്ലൂ വെച്ച് നമുക്ക് ഉറപ്പിക്കാം ഇത് കിഡ്നാപ്പിംഗ് ആണെന്നുള്ളത്. ഇനി നമുക്ക് മുന്നിൽ 2 ചോദ്യങ്ങളാണ്. ആര്? അങ്ങനെയെങ്കിൽ എവിടെ? ഇത് രണ്ടാമത്തേതിന് ഉത്തരം കിട്ടിയാൽ എന്തിന് എന്നുള്ള ഉത്തരം ചുരുളഴിയും. മാഡം, വാട്ട് ഈസ് അവർ നെക്സ്റ്റ് മൂവ്? തൻവിയുടെ ഭൂതകാലം. അതിൽ ആൽബിൻ തൻവിയുടെ ഭർത്താവ്. ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ അജുവിൻ്റെ കയ്യിൽ തൻവിയുടെ വിസിറ്റേഴ്സ് ലിസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്നിറങ്ങി നേരെ കൊച്ചിക്ക്. മുന്നിൽ ചോദ്യങ്ങളുമായി നിരന്ന മാധ്യമപ്പടയോട് തൻവി ഒളിച്ചോടിയതല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവരുടെ വാഹനത്തിൽ കയറി പുറത്തേക്ക് പാഞ്ഞു. കൊച്ചിയിലെ ഹൃദയഭാഗത്തുള്ള ഒരു കൊച്ചു വീടിന് മുന്നിൽ ആ യാത്ര അവസാനിച്ചു. നിറയെ പൂച്ചെടികളുള്ള ആ വീടിന് ചുറ്റുഭാഗം വേണ്ട ദാഹജലം കിട്ടാത്ത മനുഷ്യനെ പോൽ വാടി തളർന്നു കിടക്കുന്നു. ദിവസങ്ങളായി ഉറങ്ങിയിട്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു ആൽബിന്റെ മുഖം. വളരെയധികം ക്ഷീണിതനും. തൻവിയെക്കുറിച്ചുള്ള സൂര്യയുടെ ചോദ്യത്തിന് ആൽബിൻ കുറച്ചുനാൾ മുന്നേക്കുള്ള ഓർമ്മകളെ ചികഞ്ഞെടുത്ത് പറഞ്ഞു തുടങ്ങി. എനിക്ക് ഡിവോഴ്സ് ആണ് ആൽബിൻ. ആ 4 വാക്കുകളുടെ പ്രകമ്പനത്തിൽ എൻ്റെ ഉച്ചി മുതൽ കാൽപാദം വരെ ഒരു പുകച്ചിലും പെരിപ്പും അനുഭവപ്പെട്ടു. കണ്ണുകളെ നിറച്ചുകൊണ്ട് ആ പെരിപ്പം കുറയ്ക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു പുരുഷനാണെന്നുള്ള ചിന്ത അതിൽ നിന്ന് തന്നെ പിന്തിരിപ്പിച്ചു. തൻവിയുടെ വാക്കുകൾ സൃഷ്ടിച്ച നടുക്കത്തിൽ നിന്ന് വിമോചിതനായതും വരണ്ടൊരു നെടുവീർപ്പോടെ ഞാനതിന് സമ്മതിച്ചു കൊടുത്തു. അതോടെ തൻവി എനിക്ക് നേരെ ചീറിയെടുത്തു. കിച്ചണിൽ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന ഡിഷ് എടുത്ത് എറിഞ്ഞുകൊണ്ട് ചോദിച്ചു, സമ്മതിച്ചെന്നോ? അബി, എങ്ങനെ സാധിക്കുന്നു? കാരണം പോലും ഒന്ന് തിരക്കാതെ. സത്യത്തിൽ ഞാനും കാരണം ചെയ്യുകയായിരുന്നു. 3 വർഷത്തെ പ്രണയത്തിനൊടുവിൽ വീട്ടുകാരെ ധിക്കരിച്ച് കൂടെ കൂട്ടിയതായിരുന്നു ഞാൻ അവളെ. വിശ്വസിക്കാൻ തന്നെ പ്രയാസം തോന്നിയിരുന്നു അവൾ ഡിവോഴ്സ് ചോദിച്ചത് സത്യം തന്നെയാണെന്നുള്ളത്. അവൾ കരുതിയിരുന്നത് എനിക്ക് ചെയ്തിരുന്ന തൊഴിലിനോട് മാത്രമേ ആത്മാർത്ഥതയുള്ളൂ എന്നാണ്. ഒരിക്കലും അങ്ങനെയായിരുന്നില്ല. എങ്കിൽ പോലും അതിനെ ചൊല്ലി വലിയ ബഹളങ്ങൾ പലപ്പോഴും നടന്നിരുന്നു. ആ ദിവസവും നടന്നു. അതൊക്കെ തനുവിൻ്റെ തോന്നലുകൾ മാത്രമാണെന്ന് ഞാൻ വാദിച്ചു. ഞാൻ പറയുന്നതെന്ന് കേൾക്ക് തനു. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. എനിക്ക് കുടുംബത്തേക്കാൾ ഡ്യൂട്ടി തന്നെയാണ് വലുത്. ഊണവും ഉറക്കവും ഉപേക്ഷിക്കേണ്ടി വരും ചിലപ്പോഴൊക്കെ. കുടുംബവും. അതിനർത്ഥം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു എന്നല്ല. ഒന്നും മനസ്സിലാക്കി തനു. എനിക്കും കുറച്ച് സ്പേസ് തരൂ. എൻ്റെ ഭാഗത്തു നിന്ന് അല്പം ചിന്തിച്ചൂടെ? അതോടെ തൻവി അല്പം അടങ്ങിയിരുന്നു. എന്നോട് ക്ഷമിക്കാമ്പി. നീയും മോളും പോയാൽ പിന്നെ ഞാൻ തനിച്ച. അപ്പോഴത്തെ പൊട്ടബുദ്ധി തോന്നുന്നതാണ് ഇതൊക്കെ. ആ പ്രശ്നമൊന്നും ഒതുങ്ങി വന്നപ്പോഴേക്കും ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ അസിസ്റ്റന്റ് ചെയ്യാൻ വേണ്ടി എന്നെ നിയോഗിച്ചു. എനിക്ക് വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നു. അതോടെ തന്നെ പിണങ്ങി അവളുടെ ഒരു കൂട്ടുകാരിക്കൊപ്പമായി താമസം. ഒരു ഹിബ. എൻ്റെ കോളുകൾ അറ്റൻഡ് ചെയ്യാതെയായി. മോളെ പോലെ എന്നിൽ നിന്നും. അത് പറഞ്ഞുകൊണ്ട് ആൽബിനൊന്ന് വിതുമ്പി. ഹേയ്, അറിയോ ഓക്കെ ആൽബി? അജ്മൽ അടുത്ത സുഹൃത്തെന്ന നിലയിൽ ആൽബിയുടെ ചുമലിൽ തട്ടി ആശ്വസിപ്പിച്ചു. കം ടു ദി പോയിന്റ് ആൽബിൻ. കാണാതായിരിക്കുന്നത് നിങ്ങളുടെ ഭാര്യയും മകളുമാണ്. ഒരു ദിവസം മുമ്പെങ്കിലും അവരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ആൽബിയുടെ പ്രവൃത്തികൾ സാഗുത നിരീക്ഷിച്ചുകൊണ്ട് സൂര്യ എഴുന്നേറ്റ് നിന്ന് എഴുന്നേറ്റു. ആൽബിൻ അവൾക്കൊപ്പം എഴുന്നേറ്റുകൊണ്ട് തുടർന്നു. ഹിബ വഴി തനു അവളുടെ അപ്പ സുബ്രഹ്മണ്യത്തെ ബന്ധപ്പെട്ട് കുറച്ചുനാൾ അവളുടെ വീട്ടിലായിരുന്നുവെന്ന് എൻ്റെ അന്വേഷണം വഴി അറിയാൻ കഴിഞ്ഞു. ഞാനന്ന് വൈഗ മർഡർ കേസിൻ്റെ പിന്നാലെയായിരുന്നു മാഡം. 3 മാസം എടുത്തു അത് തലയിൽ നിന്നൊഴിയാൻ. കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ കൊച്ചിയിലെത്തിയിട്ട്. ഞാനും തേടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ തനുവിനെ, എൻ്റെ മോളെ. എനിക്ക് കണ്ടുപിടിച്ചേ തീരും മാഡം. തനുവിനെ ഞാനൊന്ന് കണ്ട് സംസാരിച്ച് തീരുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾക്കിടയിലുള്ളൂ. അതിനുവേണ്ടിയാണ് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ട് അവളുടെ വീട്ടിലേക്ക് ചെന്നത്. അവളെ അവൾ അവിടെ നിന്ന് മാറ്റിയിരുന്നു. അവൾ കാക്കനാടാണെന്ന് അറിഞ്ഞത് തനുവിൻ്റെ നമ്പർ ട്രേസ് ചെയ്താണ്. പോലീസിലായതുകൊണ്ടുണ്ടായ ഉപകാരം. തൻവിയെ കാണാതാവുന്നതിന് മുമ്പ് ഞാൻ അവിടെ ചെന്നിരുന്നു. അത് സത്യമാണ്.
പക്ഷെ എനിക്കവരെ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആൽബിന്റെ മൊഴികളിൽ ഒരു ഭർത്താവിന്റെയും അച്ഛന്റെയും വ്യതയുണ്ടായിരുന്നു. ആൽബിന്റെ ഈ ഒരു നിഗമനത്തിൽ തൻവി എവിടെയായിരിക്കും പറയാമോ? അവളുടെ അച്ഛന്റെ കസ്റ്റഡിയിൽ തന്നെ കാണും മാഡം. അതെങ്ങനെ ഇത്ര ഉറപ്പിച്ച് പറയാൻ കഴിയും ആൽബിൻ? അത് പിന്നെ ഞങ്ങൾ പ്രണയിച്ചിരുന്ന കാലത്ത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് തനുവിനെ അയാൾ ചെന്നൈക്ക് അയച്ചിരുന്നു. അവിടെ ഏതോ ആന്റിയുടെ വീട്ടിൽ. അതിനു മുമ്പുള്ളൊരു ദിവസം തൻവിയും കൂട്ടുകാരിയും താമസിച്ചിരുന്നിടത്ത് ഞാൻ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നു. കോളേജ് കഴിഞ്ഞൊരു ദിവസം ഹോസ്റ്റൽ റൂമിൽ കയറി അവളെ കാണാതായി. എങ്ങോട്ട്, എവിടെ, എങ്ങനെ ഒന്നും അറിയില്ലായിരുന്നു. അന്നും റൂംമേറ്റ് ഹിബയായിരുന്നു. ഒരു വ്യത്യാസം മാത്രം, ഹിബയെ മയക്കിക്കിടത്തിയാണെന്ന് തനുവിനെ കൊണ്ടുപോയത്. ആൽബിൻ പറഞ്ഞു നിർത്തി. സൂര്യ ആൽബിന്റെ സ്വീകരണമുറി മുഴുവനായി വീക്ഷിച്ചുകൊണ്ട് യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങി. പിന്നാലെ അജ്മലും. ഇറങ്ങും വഴിയിൽ ചുമരിൽ പതിച്ചിരുന്ന ഒരു ചിത്രത്തിൽ കണ്ണുകൾ ഉടക്കി. ആ മുഖം അവൾ മനസ്സിൽ പതിപ്പിക്കുകയും ചെയ്തു. അവിടെ നിന്നിറങ്ങി നേരെ കാറിൽ കോ ഡ്രൈവർ സീറ്റിലിരുന്നതും അജ്മലിന്റെ ചോദ്യമെത്തി. ഇനി എങ്ങോട്ടാണ് മാഡം? തീർച്ചയായും തൻവിയുടെ വീട്ടിലേക്ക്. ദിങ്കിരി ടയ്യർ മഠം. അജുവിന്റെ ഫ്രണ്ട് പറഞ്ഞതൊക്കെ തന്നെയാണോ അവർക്കും പറയാനുള്ളതെന്ന് അറിയണ്ടേ? ആൽബിയുടെ മൊഴി റെക്കോർഡ് ചെയ്തില്ലേ അജു? ചെയ്തു മാം. ഓക്കെ, നമ്മൾ നേരെ പട്ടാമ്പിക്ക് പോകുന്നു. ജസ്റ്റ് ഹാഫ് അവർ മതിയാകും അല്ലേ അജു? മതി മാഡം. അവിടെ വരെ 127 കിലോമീറ്ററാണ് ഉള്ളത്. ഏകദേശം ഉച്ചയോടെ അവരുടെ വാഹനം പട്ടാമ്പിയിൽ എത്തിച്ചേർന്നു. ടി വിയിലും മറ്റും കണ്ടിരുന്നത് കൊണ്ട് അവർക്ക് സ്വയം പരിചയപ്പെടുത്തേണ്ടി വന്നില്ല. അന്യജാതിയിൽപ്പെട്ട രണ്ടുപേരെ മഠത്തിൽ കയറ്റാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. സൂര്യ സൂചിപ്പിച്ചതിനെ തുടർന്ന് പുറത്തുള്ളൊരു കൂൾ ബാറിൽ മീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. സുബ്രഹ്മണ്യത്തിന് സംസാരിക്കാനുള്ളത് ആൽബിയുടെ ദൂഷ്യങ്ങൾ മാത്രമായിരുന്നു. നന്നായി പഠിച്ചുകൊണ്ടിരുന്ന എൻ്റെ മകളെ വഴിയിൽ നിന്ന് കയ്യും കലാശവും കാണിച്ച് മയക്കിയെടുത്തു അവൻ. എന്നിട്ട് പെട്ടെന്നൊരു ദിവസം അവളെ ഉപേക്ഷിച്ച് മറ്റൊരു പെണ്ണിനൊപ്പം കേസിന്റെ കാര്യവും പറഞ്ഞ് ബാംഗ്ലൂർക്ക് പോയി. ദൈവസഹായം ഉണ്ടായിരുന്നു എൻ്റെ കുട്ടിക്ക്. അവൾക്ക് തെളിവടക്കം കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു. അവളുടെ കാര്യങ്ങൾ ഒരു കൂട്ടുകാരി വിളിച്ചറിയിച്ചതിനെ തുടർന്ന് ഞാൻ അങ്ങോട്ട് ചെന്നിരുന്നു. അതുകൊണ്ട് മോള് കുറച്ചുനാൾ മഠത്തിലുണ്ടായിരുന്നു. പിന്നീട് ഒരു ജോലി അവളുടെ ഫ്രണ്ട് ശരിയാക്കി കൊടുത്തപ്പോൾ അവൾ കാക്കനാട്ടേക്ക് മാറി. കുഞ്ഞിന്റെ പഠനത്തിനും അവിടമായിരുന്നു നല്ലത്. സൂര്യ അജുവിന് വോയിസ് റെക്കോർഡ് ചെയ്യാൻ അയാൾ അറിയാതെ നിർദ്ദേശം കൊടുത്തു. മിസ്റ്റർ സുബ്രഹ്മണ്യം, മകൾക്ക് എന്ത് സംഭവിച്ചെന്നാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ മരുമകൻ പറയുന്നു അയാളുടെ ഭാര്യയും മകളും നിങ്ങളാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന്. നിങ്ങൾ പറയുന്നു അയാളായിരിക്കും ഇതിന് പിന്നിലെന്ന്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, മകളുടെ തിരോധാനത്തിന് പിന്നിൽ നിങ്ങളല്ല എന്നുണ്ടെങ്കിൽ ദേ വെയർ ഇൻ ഡേഞ്ചർ. ജീവനോടെയുണ്ടോ മരിച്ചോ എന്നറിയാത്ത അവസ്ഥ. ACP സൂര്യയുടെ ആ സംഭാഷണം സുബ്രഹ്മണ്യം മനസ്സ് തുറക്കാൻ കാരണമായി. മുൻപൊരു വട്ടം ഇതുപോലെ തനുമോളെ ഇവിടുന്ന് ഞാൻ മാറ്റിയിട്ടുണ്ട്. അവളുടെ കൂട്ടുകാരെയും അവളെയും മയക്കി കിടത്തി രായ്ക്ക് രാമായണം തനുവിനെ ചെന്നൈക്ക് വിട്ടു, എൻ്റെ സഹോദരിയുടെ വീട്ടിലേക്ക്. അന്ന് പക്ഷേ ഈ ആൽബിൻ എന്ന് പറയുന്നവൻ എങ്ങനെയോ മണത്ത് കണ്ടുപിടിച്ചു. അവിടുന്ന് തനുവിനെ കടത്തിക്കൊണ്ടുപോയി. അവരുടെ വിവാഹവും കഴിഞ്ഞു. ഞാൻ പിന്നീട് അവരെ തിരക്കി പോയില്ല. വാശി തന്നെയായിരുന്നു. അവനോട് പിണങ്ങി തിരികെ വന്നപ്പോൾ ഞാൻ ഇരുകൈ നീട്ടി സ്വീകരിച്ചു. എൻ്റെ സഹോദരിയുടെ മകൻ അവളെ വിവാഹം കഴിക്കാനും തയ്യാറായിരുന്നു. പക്ഷെ ഒരിക്കൽ കൂടി എൻ്റെ മകൾ എന്നെ എതിർത്ത് കൂട്ടുകാരിക്കൊപ്പം കൊച്ചിയിലേക്ക് പോയി. ഞാനും അവളുടെ അമ്മാവും തിരികെ കൂട്ടാൻ തയ്യാറായിരുന്നു. തിരികെ വിളിച്ചതുമാണ്. പക്ഷെ അവൾക്ക് തനിയെ ജീവിക്കണമെന്ന്. അത് അവളുടെ ഉറച്ച തീരുമാനമായിരുന്നു. ഇനിയൊരു വിവാഹം വേണ്ട എന്നുള്ളത്. അവളുടെ മകൾക്ക് വേണ്ടി ജീവിക്കാൻ അവൾ തീരുമാനിച്ചു. ഞാനും അത് അംഗീകരിച്ചു കൊടുത്തു. അവൾക്ക് വിവാഹ സമയത്ത് കൊടുക്കാൻ സാധിക്കാതെ വന്നത് എന്നിരുന്നാലും കൊടുക്കാൻ തീരുമാനിച്ചു. എൻ്റെ മകളുടെ പേരിൽ ടൗണിൽ ഒരു ബിൽഡിംഗ് രജിസ്റ്റർ ചെയ്യാൻ ഇരുന്നതിൻ്റെ മുൻപത്തെ ദിവസമാണ് അവളെ കാണാതായി എന്നറിയുന്നത്. തകർന്നു പോയി സാറേ ഞാനല്ല എൻ്റെ മോളെ. ഇതുവരെ ഞാൻ കരുതിയത് അവളുടെ ഭർത്താവിൻ്റെ കൂടെ ഉണ്ടാവുമെന്നാ. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് എനിക്കെന്തോ വല്ലാത്ത ഭയം തോന്നുന്നു. എൻ്റെ കുട്ടി. അയാളും വിതുമ്പിപ്പോയി. നിങ്ങളെ പരിഭ്രമിക്കാൻ വേണ്ടിയല്ല സർ. പക്ഷേ കാര്യങ്ങളുടെ ഗൗരവം നിങ്ങൾ അതിൻ്റെതായ രീതിയിൽ പരിഗണിക്കുന്നില്ല എന്ന് തോന്നി. ഇത്രയും പറയേണ്ടി വന്നത് പോലും അതുകൊണ്ടാണ്. SI അജ്മൽ അയാളെ ചുമലിൽ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു സംശയം കൂടെ ഉണ്ടല്ലോ സുബ്രഹ്മണ്യൻ സർ. ACP കുടിച്ചു തീർത്ത പാനീയത്തിന്റെ ഗ്ലാസ് മുന്നിലേക്ക് നീക്കിക്കൊണ്ട് പറഞ്ഞു. ചോദിച്ചോളൂ സർ, അറിയുന്നതാണെങ്കിൽ ഞാൻ പറയാം. സുബ്രഹ്മണ്യൻ നിറഞ്ഞ കണ്ണുകൾ തുടയ്ക്കുന്നതിനിടയിൽ പറഞ്ഞു. നിങ്ങളുടെ സഹോദരിയുടെ മകൻ ഇപ്പോൾ എവിടെയാ ഉള്ളത്? എന്താണ് അയാളുടെ ജോലി? എന്തിനാ അയാൾ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നു എന്നുള്ള ഭാവത്തോടെ അയാൾ പറഞ്ഞു. സഹോദരിയുടെ മകൻ ഡോക്ടറാണ്. അഹല്യയിലാണ് സാറേ. അജ്മൽ, ഈ പറയുന്ന ആളുടെ കോണ്ടാക്ട് നമ്പർ വാങ്ങിയേക്ക്. വി വാണ്ട് ടു മീറ്റ് ഹിം. എന്ന് അജുവിനോട് പറഞ്ഞുകൊണ്ട് മേശയിലേക്ക് പണമെടുത്ത് വയ്ക്കുന്നതിനിടയിൽ സൂര്യ സുബ്രഹ്മണ്യത്തിന്റെ ഭാവം വെറുതെ നിരീക്ഷിച്ചു. ചെറിയൊരു പരിഭ്രമം പോലെ. അത് കണ്ടതോടെ അവളുടെ കണ്ണൊന്നു കുറുകി. അജ്മൽ വാഹനം തിരികെ കൊച്ചിയിലേക്ക് തിരിച്ചപ്പോൾ സൂര്യ ഒരാളെ കൂടി കാണണമെന്ന് അവനെ അറിയിച്ചു. തൻവിയുടെ ബാല്യകാല സുഹൃത്ത് ലിയ തെരേസ. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ കാക്കനാട് അർപ്പണ എന്ന അനാഥാശ്രമത്തിലെ ഇപ്പോഴത്തെ ചുമതലക്കാരി. അതിനേക്കാൾ ഉപരി ആൽബിന്റെ ജീവിച്ചിരിക്കുന്ന ഏക രക്തബന്ധം. അവരെ കാണാൻ സൂര്യ കയറുമ്പോൾ സമയം ഉച്ചയോടടുത്തിരുന്നു.
ഉച്ചപ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന സിസ്റ്ററെ ശല്യപ്പെടുത്താതെ അവർ പുറത്ത് കാത്തുനിന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ പോയതും അജ്മൽ സിസ്റ്റർ ലിയയെ പുറത്തേക്ക് വിളിച്ചു. അവർ ദുഃഖം കലർന്ന പുഞ്ചിരിയോടെ പുറത്തേക്ക് നടന്നു. കൂടുതൽ മുഖവുരയില്ലാതെ തന്നെ അവർ കാര്യങ്ങളിലേക്ക് കടന്നു. സിസ്റ്റർക്ക് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് കരുതുന്നു. ഞങ്ങൾ വന്നത് തൻവിയുടെയും മകളുടെയും മിസ്സിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. കാണാതാവുന്നതിന് മുമ്പ്, അതായത് കൃത്യമായി പറഞ്ഞാൽ അന്ന് വൈകിട്ട് തൻവിയുടെ വന്നിരുന്നു. നിങ്ങൾക്കൊപ്പം അരമണിക്കൂറോളം ചെലവഴിച്ചു. ആ സമയത്ത് തൻവിയുടെ മാനസികാവസ്ഥ എന്തായിരുന്നു? എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പറയുകയോ അല്ലെങ്കിൽ ഭീഷണിയുടെ കാര്യം പറയുകയോ ചെയ്തിരുന്നോ? അജ്മൽ ചോദിച്ചു നിർത്തി. തൻവി അന്ന് വളരെയധികം സന്തോഷത്തിലായിരുന്നു. ആൽബിൻ അവളെ തിരക്കി ഫ്ളാറ്റിൽ വന്നിരുന്നുവെന്നും കാണാൻ സാധിച്ചില്ല എന്നും പറഞ്ഞിരുന്നു. വൈകാതെ ആൽബിൻ വീണ്ടും വരുമെന്നും വിളിച്ച തിരികെ പോകാനുമായിരുന്നു അവളുടെ തീരുമാനം. തനുവിന് വീട്ടിൽ മറ്റൊരു പ്രപ്പോസൽ നടത്തുന്നുണ്ടായിരുന്നു. അതിലവൾക്ക് വീട്ടുകാരോട് കടുത്ത നീരസമുണ്ടായിരുന്നു. അങ്ങനെയാണ് കൊച്ചിയിലെത്തിയത്. അന്ന് രാവിലെ അച്ഛൻ വിളിച്ചിരുന്നുവെന്നും ഒരാഴ്ചയ്ക്ക് ശേഷം ഏതോ ബിൽഡിംഗ് അവളുടെ പേരിലേക്ക് ആക്കി കൊടുക്കാമെന്നും തനുവിന് എങ്ങനെ ജീവിക്കാനാണോ ഇഷ്ടം അതുപോലെ ജീവിക്കാമെന്നും അദ്ദേഹം അതിനിടയിൽ അറിയിച്ചിരുന്നു. അത്രയും സന്തോഷത്തിലായിരുന്നതുകൊണ്ട് മോളെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോകുന്ന കാര്യം ഇടയിൽ പറഞ്ഞു. പക്ഷേ അന്ന് രാത്രി ഒരു 7 മണിയോടടുത്ത് തൻവിയുടെ ഒരു മെസ്സേജ് വന്നിരുന്നു. ആൽബിൻ മറ്റേതോ സ്ത്രീയുമായി അടുപ്പത്തിലാണെന്നും അവളുമായുള്ള വിവാഹബന്ധം വേർപെടുത്താമെന്ന് സമ്മതിച്ചു എന്നുമായിരുന്നു അത്. എനിക്കും വല്ലാത്ത ഷോക്കായിരുന്നു. പിറ്റേ ദിവസം തന്നെ ഞാൻ അവളെ താമസിക്കുന്നിടത്ത് പോയിരുന്നു. തൻവി റൂം തുറക്കാൻ കൂട്ടാക്കിയില്ല. അവളുടെ ഫോണിലേക്ക് സെക്യൂരിറ്റി ഒരുപാട് വട്ടം വിളിച്ചു. ഞാനും, പക്ഷേ ഫോൺ എടുത്തില്ല. ഒരു കണക്കിന് ആൽബിയുമായുള്ള അവളുടെ വിവാഹം നടക്കാൻ ഞാനും കാരണക്കാരിയാണല്ലോ. അതാകാം അവൾക്ക് ദേഷ്യം ഉണ്ടാക്കിയതെന്ന് ഞാൻ കരുതി. ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും അവിടേക്ക് ഞാൻ ചെന്ന ദിവസം തന്നെയാണ് പോലീസ് ഈ കേസിൽ അന്വേഷണം ആരംഭിക്കുന്നത്. അന്നാണ് അവൾ അവിടെ ഇല്ല എന്നുള്ളത് ഞാൻ അറിയുന്നത്. അപ്പോഴും തൻവിയുടെ വീട്ടുകാരുടെ സൈലൻസ് മൂലം ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു അവർക്കറിയാമെന്ന്. മുൻപ് ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സിസ്റ്റർ ലി അർദോക്തിയിൽ ആ സംസാരം അവസാനിപ്പിച്ചു. തൻവി എങ്ങനെ, നല്ല ദേഷ്യമുള്ള കൂട്ടത്തിലാണോ? ദേഷ്യം വന്ന കൈ തടയുന്നത് എടുത്തറിയുന്ന സ്വഭാവം, അങ്ങനെ വല്ലതും? ലിയ ഏതോ ഓർമ്മയിൽ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഉണ്ട് മാഡം, പൊട്ടില്ല എന്ന് ഉറപ്പുള്ളത്. അതായത് നമ്മുടെ ചെവികൾക്ക് അലോസരമുണ്ടാക്കുന്ന വലിയ ശബ്ദം സൃഷ്ടിക്കുന്നവ തൻവി ദേഷ്യത്തിൽ എടുത്തെറിയും. ഞങ്ങൾ പഠിക്കുന്ന സമയം അവൾ പിണങ്ങിയാൽ ഇൻസ്ട്രുമെന്റ് ബോക്സ് ഒക്കെ എടുത്താണ് എറിയുക. ഓക്കെ, താങ്ക് യു സിസ്റ്റർ, നമ്മൾ ഇനിയും കാണേണ്ടി വന്നേക്കാം. അർപ്പണയുടെ കവാടത്തിനും പുറത്തേക്ക് ചീറിപ്പായുന്ന പോലീസ് വാഹനം കണ്ണിൽ നിന്ന് മറിഞ്ഞതും സിസ്റ്റർ ലീ അകത്തേക്ക് നടന്നു. അതേസമയം കാറിനുള്ളിൽ നമ്മൾ ഇന്ന് കണ്ട 3 പേരും പറഞ്ഞത് ഒരേ കാര്യം. വ്യത്യസ്ത രീതിയിലാണ് അജ്മൽ. തൻവി ഇഷ്ടമുള്ളവരോട് മാത്രം ദേഷ്യം പ്രകടിപ്പിക്കുന്ന കൂട്ടത്തിൽ ഉള്ളയാളാണ്. 2, തൻവിക്ക് ആരോടും വഴക്കോ ദേഷ്യമോ കുറേ നാൾ സൂക്ഷിച്ചുകൊണ്ട് നടക്കാൻ കഴിയില്ല. അതായത് നമ്മൾ ഇനി തൻവിയെ ചുറ്റിയല്ല അന്വേഷിക്കേണ്ടത്. തൻവിക്ക് ഇഷ്ടമുള്ളവരെ ചുറ്റിയാണ്. അവരിൽ നിന്നും ആരെങ്കിലും വേദനിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാളാകാം ഈ മിസ്സിങ്ങിന് പിന്നിൽ. അതൊരു പക്ഷേ തൻവിയുടെ ഫാദറാകാം, ഹസ്ബൻഡാകാം, മേ ബി ഇപ്പോൾ വിവാഹം ആലോചിച്ചു എന്ന് പറയുന്ന ആ വ്യക്തിയുമാകാം. അല്ലെങ്കിൽ ഇവർക്കെല്ലാം പൊതുവായ ഒരു ശത്രു ഉണ്ടെന്ന് വെക്ക്, അയാളാകാം. എന്തായാലും ഒന്ന് ഉറപ്പിക്കാം, തൻവിയുടെ ഭൂതകാലം ഇനി തിരയേണ്ടതില്ല. തിരയേണ്ടത് മറ്റു ചിലരുടെ ചുറ്റുപാടുകളാണ്. അതിനു മുമ്പ് തൻവിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഹിബയെ നമുക്കൊന്ന് കാണണം. കൂടെ ജോലി ചെയ്യുന്നവരെയും പിന്നെ തനിഷ്കയുടെ സ്കൂൾ ഫ്രണ്ടിനെയും. അത് ഇങ്ങനെ വേണ്ട, ഞാൻ മാത്രം മതി. മാഡം, എനിക്കൊരു സംശയം. അജ്മൽ പറയണോ വേണ്ടയോ എന്ന് മട്ടി ചോദിച്ചു. സൂര്യ കൈകൊണ്ട് പറയാൻ പ്രോത്സാഹനം കൊടുത്തു. അല്ല മാഡം, ഈ ആൽബിന്റെ കൂടെ ആ കണ്ട പെൺകുട്ടി, അതും 2 പേരുടെ മൊഴിയിലും വരുന്നുണ്ടല്ലോ. ഇനി അതേ ചൊല്ലി ആൽബിനുമായുള്ള തർക്കത്തെ തുടർന്ന് ആൽബിൻ അവരെ... അജ്മൽ പറഞ്ഞു വന്നത് മുഴുവിപ്പിക്കാതെ പകുതിയിൽ നിർത്തി. തന്റെ അതേ സംശയം എനിക്കുണ്ടായിരുന്നു ആ ചിത്രം കാണും വരെ. ഇത് കണ്ടോ? സൂര്യ കയ്യിലിരുന്ന മൊബൈലിൽ ഒരു ചിത്രം അവനെ കാണിച്ചു. ഇത് തൻവിയുടെ മൊബൈലിൽ നിന്ന് കോപ്പി ചെയ്തതാണ്. ഒരു പ്രൈവറ്റ് നമ്പറിൽ നിന്ന് വന്ന മെസ്സേജാണിത്. ഈ മെസ്സേജാണ് സിസ്റ്റർ ലീയയ്ക്ക് ഫോർവേഡ് ആയിരിക്കുന്നത്. അതായത് അതിനു മുമ്പ് തൻവി മിസ്സിംഗ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അബോധാവസ്ഥയിൽ. ആൽബിനാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് വരുത്തി തീർക്കാൻ ഒരു ശ്രമം, എവിടെയോ സ്മൈൽ ചെയ്യുന്നത് പോലെ. ആൽബിന്റെ കൂടെയുള്ള ചിത്രത്തിലെ ആളെ താൻ അറിയില്ല അജ്മൽ? സൂര്യയുടെ ചോദ്യത്തിന് അജ്മൽ അറിയാമെന്ന പോലെ തലകുലുക്കി. അത് ASI ഷമീറയാണ് മാഡം, വൈഗ മർഡർ ടീം ലീഡർ. ദാറ്റ്സ് ഇറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് കണക്ട് ചെയ്യാൻ എന്തെങ്കിലും കിട്ടും, തീർച്ച. സൂര്യ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ഇനി നമ്മുടെ ലക്ഷ്യം തൻവിയുടെ പരിചിതരും അപരിചിതരുമായ വിരുന്നുകാരാണ്. അതിഥികളുടെ ലിസ്റ്റിൽ വന്ന ആളുകളുടെ പേരുകൾ ഓഫീസ് മുറിയിലെ ചുവരിൽ എഴുതുകയാണ് സൂര്യ. ഹിബ, സിസ്റ്റർ ലിയ തെരേസ, അനുപമ, വിഷ്ണു, ഐശ്വര്യ, ആൽബിൻ, സുബ്രഹ്മണ്യം, ഡോക്ടർ അനുരാഗ് മൂർത്തി, പത്രം, പാൽ. ഇതിൽ 1 മുതൽ 8 വരെയുള്ളവർ തൻവിയുടെ മിസ്സിങ്ങിന് മുൻപ് ഫ്ളാറ്റിൽ പലപ്പോഴായി വന്നുപോയവരാണ്.
ലാസ്റ്റത്തെ പാലും പത്രവും ഞാൻ മാർക്ക് ചെയ്തതിൽ അവിടുത്തെ സ്ഥിരം സന്ദർശകരാണ് അജ്മൽ. മിസ്സിംഗ് ആയതിന് 2 ദിവസം കഴിഞ്ഞും അവർ അവിടെ പോയിരുന്നു. പോലീസ് അന്വേഷണം തുടങ്ങിയത് മുതൽ അവരും അത് ഉപേക്ഷിച്ചു. അതിനു മുമ്പുള്ള ദിവസങ്ങളിലെ പത്രവും മറ്റും എങ്ങോട്ടാണ് പോയത്? അത് തിരക്ക് മുമ്പ് ഹിബ, അനുപമ, ഐശ്വര്യ, വിഷ്ണു, ഡോക്ടർ അനുരാഗ് മൂർത്തി ഇവരെ കാണണം. ഓഫീസിൽ നിന്ന് ബഞ്ച് ചെയ്ത് പുറത്തിറങ്ങുന്ന ഹിബയ്ക്കും സുഹൃത്തുക്കൾക്കും മുന്നിലേക്ക് സൂര്യയും അജ്മലും വന്നു നിന്നു. അവരിലൊരു പതർച്ച പ്രതീക്ഷിച്ചെടുത്ത് അത് കണ്ടില്ല എന്ന് മാത്രമല്ല, കടുത്ത പുച്ഛമായിരുന്നു അവരിൽ നിറഞ്ഞ ഭാവം. അജ്മൽ തന്നെ സംസാരത്തിന് തുടക്കം കുറിച്ചു. ഞങ്ങളെ മനസ്സിലായി എന്ന് കരുതുന്നു. ഞങ്ങളുമായി സഹകരിച്ചാൽ എത്രയും വേഗത്തിൽ തൻവിയെയും മകളെയും നമുക്ക് കണ്ടെത്താം. കഫറ്റേരിയയിലെ ഒരു മേശയ്ക്ക് ചുറ്റും അവർ ഒരുമിച്ചു. സൂര്യ ചോദിച്ചു തുടങ്ങി. അന്ന് തൻവി മിസ്സിംഗ് ആയ ദിവസം രാവിലെ മുതലുള്ള സംഭവങ്ങൾ ഒന്ന് ചുരുക്കി പറയാമോ? ഹിബയാണ് ആദ്യം പറഞ്ഞു തുടങ്ങിയത്. പതിവ് പോലെ വന്നു പോയെന്നല്ലാതെ യാതൊരു പ്രത്യേകതകളും അന്നത്തെ ദിവസത്തിനില്ലായിരുന്നു. ആദ്യം സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്തിറങ്ങിയത് തൻവിയായിരുന്നു. പിന്നാലെ ഞങ്ങൾ ഓരോരുത്തരും. മോളെ കൂട്ടാനുള്ളത് കൊണ്ട് എപ്പോഴും തൻവി ആദ്യം ഇറങ്ങും. അന്ന് അനുവിന്റെ സ്കൂട്ടർ പഞ്ചറായതുകൊണ്ട് അവൾക്കൊരു ലിഫ്റ്റ് തനു കൊടുത്തിരുന്നു, ബസ് സ്റ്റാൻഡ് വരെ. പിന്നീട് അനുപമ സംസാരിച്ചു തുടങ്ങി. സ്റ്റാൻഡ് വരെ തനു ആൽബിന്റെ കാര്യമാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. പിന്നെ ഒരു ഡോക്ടറുടെ കാര്യവും ഇടയിൽ പറഞ്ഞിരുന്നു. എന്റെ മൊബൈൽ ഓഫ് ആയതുകൊണ്ട് സ്കൂട്ടി നന്നാക്കി വെക്കാൻ തനുവിന്റെ മൊബൈലിൽ നിന്നാണ് ആളെ വിളിച്ചത്. ഇതൊക്കെ ഞങ്ങൾ മുമ്പേ പോലീസിനോട് പറഞ്ഞതായിരുന്നല്ലോ. സൂര്യ അനുപമയെ ഒന്ന് തറപ്പിച്ചു നോക്കി. അതിനുശേഷം നിങ്ങൾ ആരും തന്നെ തൻവിയെ വിളിക്കുകയോ തൻവി നിങ്ങളെ വിളിക്കുകയോ ചെയ്തിട്ടില്ല എന്നുറപ്പാണോ? ആണോ വിഷ്ണു? തല താഴ്ത്തിയിരിക്കുന്ന വിഷ്ണുവിനോട് സൂര്യ ചോദിച്ചതും വിഷ്ണു തല ഉയർത്തി. അല്ല, തൻവി എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. കുറച്ചു ദിവസം മുമ്പ് ഞങ്ങൾ അവളുടെ ഫ്ലാറ്റിലൊന്നു കൂടിയിരുന്നു. അന്നെടുത്ത ഒരു ഫോട്ടോയുടെ പേരിൽ ആൽബിനുമായി പിണങ്ങി ആംബിച്ചൻ അവളെ വഴക്ക് പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ സമയം രാത്രി 9. വിഷ്ണു വീണ്ടും മിഴികൾ താഴ്ത്തി. മറ്റാരെയും തൻവി വിളിച്ചില്ലേ? ഹിബയെ പോലും? ഇല്ല മാഡം. ഞാനൊരു 4:30 വിളിക്കുമ്പോൾ അവള് പ്രെയർ ഹാളിലാണെന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. വിഷ്ണു തൻവിയെ തിരികെ വിളിച്ചില്ലേ? മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഓഫീസിലന്നോ അതിനു മുമ്പോ ശേഷമോ തൻവിക്ക് സന്ദർശകർ ഉണ്ടായിരുന്നോ? നിങ്ങൾക്കറിയാമോ? അജുവിന്റെ ആ ചോദ്യത്തിൽ 4 പേരും ഒന്ന് പരിങ്ങി. ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ എടുത്തതാണ്. പിന്നെ നിങ്ങൾ പറയുന്നത് ഒരു മൊഴിയായി എടുക്കും, അതിനുവേണ്ടി ചോദിക്കുന്നു എന്നേ ഉള്ളൂ. അത് കേട്ടതും അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു, ആൽബിൻ. മുൻപ് വന്നപ്പോൾ തൻവി അയാളെ കാണാൻ കൂട്ടാക്കിയില്ല അല്ലേ? ശേഷം വന്നപ്പോൾ നിങ്ങളൊക്കെ ചേർന്ന് അയാളെ മാനസികമായി പീഡിപ്പിച്ചു. ഈ വിഷ്ണുവിന് തൻവി ഒരു മെസ്സേജ് ഇട്ടു എന്നൊറ്റ കാരണത്തിൽ ഭാര്യയും മകളെയും കാണാതായ വിഷമത്തിൽ നടക്കുന്ന ഒരാളെ അത്രമാത്രം നിങ്ങൾ ദ്രോഹിച്ചു. ഒക്കത്തിനും സാക്ഷികളുണ്ട് കേട്ടോ. അജ്മലിന്റെ സ്വരത്തിൽ ഒരു സുഹൃത്തിനോടുള്ള സ്നേഹം നിറഞ്ഞു നിന്നു. നിങ്ങൾ ആ സംഭവത്തിന് മുമ്പ് ആൽബിനെ കണ്ടിട്ടുണ്ടോ? ഒരു ഫോട്ടോയിലെങ്കിലും? ACPയുടെ ചോദ്യത്തിൽ അവർ നിഷേധാർത്ഥത്തിൽ തലകുലുക്കി. നിങ്ങൾ അന്ന് വളഞ്ഞത് ആൽബിനെ ആയിരുന്നില്ല, ഡോക്ടർ അനുരാഗ് മൂർത്തി, തൻവിയുടെ കസിൻ ബ്രദർ. പക്ഷേ തൻവി ഉണ്ടായിരുന്നപ്പോൾ വന്നത് ആൽബിനായിരുന്നു. അന്ന് നിങ്ങൾ അയാളെ ഒട്ട് കണ്ടതുമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞാൽ? അജ്മൽ പറഞ്ഞതും വിഷ്ണു എഴുന്നേറ്റു. ആയിരിക്കാം സർ, തൻവി ഓഫീസിൽ വന്നിട്ട് ദിവസങ്ങളായിരുന്നു. അയാളായിരിക്കാം അതിനൊക്കെ പിന്നിലെന്ന് ഞങ്ങൾ കരുതിയിരുന്നു. ആ ദേഷ്യമാണ് ഞങ്ങൾ അയാളോട് തീർത്തത്. ആൽബിൻ എന്നാണ് അയാൾ പറഞ്ഞതും അതുകൊണ്ടാണ് ഞങ്ങൾ. വിഷ്ണു കുറ്റബോധത്തിൽ തലതാഴ്ത്തി നിന്നു. അതോടെ ഏകദേശം കാര്യങ്ങൾ സൂര്യയ്ക്ക് വ്യക്തമായി. അവരോട് നന്ദി പറഞ്ഞ് പുറത്തിറങ്ങുമ്പോഴും എന്തിന് അനുരാഗ് ആൽബിൻ എന്ന പേര് ഉപയോഗിച്ച് തൻവിയുടെ ഓഫീസിൽ വന്നു എന്ന സംശയത്തിലായിരുന്നു അജ്മൽ. അതിനുള്ള ഉത്തരം തേടി ഡോക്ടർ അനുരാഗിന്റെ വീട്ടിലേക്ക്. ഡോക്ടർ അനുരാഗിന്റെ ക്വാർട്ടേഴ്സിൽ അവർ ചെന്ന് കയറുമ്പോൾ അയാൾ ഒരു സ്പെഷ്യൽ കൺസൾട്ടിങ്ങിലായിരുന്നു. പുറത്ത് അവധിയിൽ എന്നൊരു ബോർഡും ലേഡീസ് ചപ്പലും കണ്ടതോടെ ആളെക്കുറിച്ചുള്ള ഏകദേശ ധാരണ അവർ ഇരുവർക്കും ലഭിച്ചു. എന്തോ അർത്ഥം വെച്ച് അജ്മലിനെ നോക്കുന്ന സൂര്യയ്ക്ക് നേരെ ഇരുകൈയുടെയും പെരുവിരൽ മാത്രം ഉയർത്തി അജ്മൽ തംസപ്പ് കാണിച്ചു. കോളിംഗ് ബെല്ലിൽ വിരലമർത്തുന്നതിന് മുമ്പ് തന്നെ അജ്മലിന്റെ മൊബൈൽ ഫോണിൽ നിന്നും ഡോക്ടർ അനുരാഗിന്റെ പേഴ്സണൽ നമ്പറിലേക്ക് കോൾ പോയി കഴിഞ്ഞിരുന്നു. അക്ഷമയുടെ അജ്മൽ മറുപുറത്തെ ശബ്ദത്തിനായി കാത്തു നിൽക്കുമ്പോഴും സൂര്യയുടെ അതിരങ്ങൾ 10 മുതൽ അവരോഹണക്രമത്തിൽ അക്കങ്ങൾ ഉരുവിട്ട് തുടങ്ങിയിരുന്നു. സൂര്യ എണ്ണി 5 എന്നായപ്പോഴേക്കും ഡോക്ടർ കോൾ എടുത്തു. ആരാണ്, എന്താണ് എന്നൊക്കെ ചോദിക്കും മുന്നേ ഞാൻ സ്ഥലത്തില്ല, ഒരു അർജന്റ് മീറ്റിംഗിലാണെന്ന് പറഞ്ഞുകൊണ്ട് തീരെ താല്പര്യമില്ലാതെ കട്ട് ചെയ്യാൻ തുടങ്ങിയ ഡോക്ടർ അനുരാഗ് അജ്മലിന്റെ ഒരൊറ്റ ഡയലോഗിൽ നാവ് നിലച്ചു നിന്നു. ഡോക്ടറെ, തന്റെ ഇമ്പോർട്ടന്റ് മീറ്റിംഗ് നടക്കുന്ന വീടിന്റെ മുന്നിൽ ഞങ്ങളുണ്ട്, ഫ്രം പോലീസ്. ആ വാതിലൊന്ന് തുറന്ന് സഹകരിച്ചാൽ മാത്രം മതി. അവന്റെ സ്വരത്തിലെ ആജ്ഞ മനസ്സിലായതും 15 മിനിറ്റുകൾക്ക് ശേഷം ആ വീടിന്റെ വാതിൽ അവർക്ക് മുന്നിൽ തുറക്കപ്പെട്ടു. അവർ രണ്ടുപേരും അകത്തേക്ക് ചുവടുകൾ വെച്ച അതേസമയം പിൻവാതിൽ തുറന്ന് ഒരു സ്ത്രീരൂപം പുറത്തേക്ക് നടന്നു. ആ വീടിന്റെ സിറ്റൗട്ടിലുള്ള ചില്ലുജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കിയ സൂര്യ ആ രൂപത്തിലേക്ക് അജ്മലിന്റെ ശ്രദ്ധ കൂടി ആകർഷിച്ചു കൊടുത്തു. അവരെ കണ്ടതും അജ്മലിന്റെ മുഖം വിവർണമായി.
സൂര്യ വിട്ടുകളഞ്ഞേക്കുന്ന രീതിയിൽ അവന്റെ ചുമലിൽ തട്ടി. സൂര്യ ഡോക്ടർ അനുരാഗിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചു. അയാളൊരു ചെറുപ്പക്കാരനായിരുന്നു. അതിനേക്കാൾ ഉപരി അയാൾക്ക് ഒരു അമൂൽ ബേബി ലുക്കായിരുന്നു. സ്ത്രീകളെ ആകർഷിക്കാൻ തക്ക സൗന്ദര്യവും. ഡോക്ടർ അനുരാഗ് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. സമൂഹത്തിന് മുന്നിൽ തനിക്ക് ഇങ്ങനെയൊരു മുഖം കൂടെ ഉണ്ടെന്ന് വെളിപ്പെടാൻ അയാൾ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് സൂര്യയെപ്പോലെ ഒരു ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഒരു കുറ്റവാളിയെ പോലെ അയാൾ തലതാഴ്ത്തി നിന്നു. അയാളുടെ മാനസികാവസ്ഥ കണക്കിലെടുത്ത് സൂര്യ സംസാരിച്ചു തുടങ്ങി. അജ്മലിന്റെ ചിന്തകൾ അല്പം മുമ്പ് അവിടെ നിറങ്ങിയ സ്ത്രീയിൽ തന്നെയായിരുന്നു. ഡോക്ടർ അനുരാഗ്, ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കണം എന്നൊന്നുമില്ല. നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഒരു രീതിയിലും കൈകടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്കറിയാനുള്ള ചില കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞാൽ നേരെ വാ നേരെ പോയെന്ന രീതിയിൽ കാര്യങ്ങൾ അവസാനിക്കും. അല്ലെങ്കിൽ സൂര്യയുടെ അല്ലെങ്കിൽ എന്നൊരൊറ്റ വാക്കിൽ തന്നെ ഒരുപാട് അർത്ഥമുണ്ടായിരുന്നു. അനുരാഗ് സമ്മതം എന്ന രീതിയിൽ തലകുലുക്കി. ഇരിക്കാൻ കൈകൾ ചെയറിലേക്ക് ചൂണ്ടുകയും ചെയ്തു. നിങ്ങൾ തൻവി മിസ്സിംഗ് ആവുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും അവരെ കാണാൻ ശ്രമിച്ചിരുന്നു? അത് പിന്നെ അയാളൊന്ന് വിക്കി. പോയിരുന്നു. എന്തിന്? ആ ചോദ്യം അജ്മലിന്റെ വകയായിരുന്നു. അമ്മാമ്മ എന്റെയും തൻവിയുടെ വിവാഹം വീടാലോചിക്കുന്നുണ്ടായിരുന്നു. തൻവി അതിന് തയ്യാറല്ല എന്ന് തീർത്തു പറഞ്ഞു. അവസാന ശ്രമമെന്ന പോലെ ഒരിക്കൽ കൂടി അവളെ കാണാൻ ഞാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ എനിക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. ഡോക്ടർ പറഞ്ഞു നിർത്തി. ഡോക്ടർ എന്തുകൊണ്ടാണ് സ്വന്തം പേര് അവിടെ ഉപയോഗിക്കാതിരുന്നത്? അജ്മൽ തന്റെ സംശയം തുറന്നു ചോദിച്ചു. മഠത്തിൽ വെച്ച് തൻവിയുമായി എനിക്ക് വിവാഹത്തിന് താല്പര്യമുണ്ടെന്ന് അറിഞ്ഞതിൽ പിന്നെ അവൾ എന്നോട് സംസാരിക്കാൻ കൂട്ടാക്കാറില്ലായിരുന്നു. മെസ്സേജിന് റിപ്ലൈ ഇല്ല, വിളിച്ചാൽ എടുക്കില്ല. എഴുതാൻ തന്നെ ഒന്നും മിണ്ടാതെ കുറെ നേരം വെച്ചുകൊണ്ടിരിക്കും. എനിക്ക് ദേഷ്യം വന്ന് ഞാൻ കട്ട് ചെയ്യും. അതായിരുന്നു അവസ്ഥ. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നിയ ഐഡിയയാണ് ഓഫീസിൽ നേരിൽ പോയി കാണാമെന്നുള്ളത്. പൊതുസ്ഥലാകുമ്പോൾ അവരുടെ പ്രതികരണവും തണുപ്പം മട്ടിലായിരിക്കുമല്ലോ. അതിനുവേണ്ടിയാണ് ഞാൻ. അല്ലാതെ നിങ്ങൾ കരുതും പോലെ. ആ, ഞങ്ങൾ കരുതിയ പോലെ ഫ്ലാറ്റിൽ ചെന്ന് തൻവിയെ മകൾക്ക് മുന്നിൽ വെച്ച് കയറി പിടിച്ചതിന് അവൾ കരണം പുകച്ചൊന്നും തന്നില്ലായിരുന്നോ? അതിന് തൻവിയുടെ ജോലിസ്ഥലത്ത് ചെന്ന് പകരം വീട്ടാനൊന്നും അല്ലായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് നാണം കെട്ടത് ഡോക്ടറായിരുന്നു എന്ന് മാത്രം. അജ്മൽ ഡോക്ടർ അനുരാഗ് പറഞ്ഞതിനെ പൂർത്തീകരിച്ചു. അയാളിൽ അത് പ്രതീക്ഷിക്കാത്തതുപോലെ ഒരു ഞെട്ടലുണ്ടായി. ACP സൂര്യ അത് വ്യക്തമായി അയാളുടെ മുഖത്ത് തിരിച്ചറിയുകയും ചെയ്തു. അതായത് ഒരു പ്രതികാരത്തിനുള്ള സ്കോപ്പൊക്കെ ഉണ്ട് അല്ലേ അജ്മൽ? സൂര്യ ചിരിയോട് ചോദിച്ചു. തീർച്ചയായും മാഡം. മുറപ്പെണ്ണും കൊച്ചു എവിടെയാണെന്ന് ഡോക്ടർ സാറിന് അറിയാം അല്ലേ സാറേ? അജ്മൽ എഴുന്നേറ്റ് ഡോക്ടറുടെ ചുമലിൽ ശക്തിയായി അമർത്തിക്കൊണ്ട് ചോദിച്ചു. ഹേയ്, നിങ്ങൾ ഇല്ലാത്തത് പറയരുത് സർ. ഞാൻ തൻവിയുടെ ഫ്ലാറ്റിൽ പോയിരുന്നു, അത് ശരിയാണ്. അവളെ വിവാഹം കഴിക്കാമെന്ന് പറയാൻ തന്നെയാണ് അന്ന് ഓഫീസിൽ പോയത്. പക്ഷെ അവൾ മിസ്സിംഗ് ആണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. മറ്റൊന്നും എനിക്കറിയില്ല. ഡോക്ടർ അനുരാഗ് ഭയപ്പാടോടെ പറഞ്ഞു. എങ്കിൽ ഡോക്ടർക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ മാഡം? ചോദിക്ക അജ്മൽ, ഡോക്ടർ പറയും. ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ആരാണ്? എത്ര നാളായി നിങ്ങൾ തമ്മിൽ ബന്ധം തുടങ്ങിയിട്ട്? SI അജ്മലിന്റെ ചോദ്യം കേട്ടതും ഡോക്ടർ ഒന്ന് പതറി. അവർ അവളെ കണ്ടില്ല എന്ന് തന്നെയായിരുന്നു അതുവരേക്കും അയാളുടെ ധാരണ. അത് തൻവിയുടെ സുഹൃത്താണ്. 2 ദിവസമായിട്ടേ ഉള്ളൂ പരിചയപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടേതായ രീതിയിൽ തൻവിയെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി. അതിന് മറുപടി കൊടുക്കാതെ സൂര്യയും അജ്മലും പരസ്പരം ഒന്ന് നോക്കിയതേ ഉള്ളൂ. എന്നാ ശരി ഡോക്ടർ, നിങ്ങളും കുറച്ചു മുമ്പ് അന്വേഷിച്ചതുപോലെ തുടരുക കേട്ടോ. പോലീസിന്റെ വഴിക്ക് പോലീസ് അന്വേഷിച്ചോളാം. വരട്ടെ. അയാൾക്ക് നേരെ കൈകൂപ്പിക്കൊണ്ട് ഇരുവരും പുറത്തേക്കിറങ്ങി. തനിഷ്ക പഠിച്ചിരുന്ന സ്കൂളിന് മുന്നിലായി ആ സ്കൂട്ടർ വന്നു നിന്നു. അതിൽ നിന്നും സൽവാറിൽ ഭംഗിയായി ഒരുങ്ങി അവൾ ഇറങ്ങി. ഓഫീസ് റൂമിലേക്ക് നടക്കുമ്പോഴും അധ്യാപകരുടെയും ചില മാതാപിതാക്കളുടെയും മിഴികളിൽ അവളുടെ രൂപവും മുഖവും ഉടക്കി നിന്നു. പത്രത്താളുകളിലും മറ്റും കണ്ടു പരിചയിച്ച മുഖം നേരിട്ട് മുന്നിൽ കാണുമ്പോൾ അപ്പോഴുണ്ടാകുന്ന പരിഭ്രമം ഏവരിലുണ്ടായിരുന്നു. അവളുടെ കൺമുന്നിൽ നിന്ന് മറഞ്ഞു നിന്ന് വീക്ഷിച്ചും അരികിലൂടെ നടന്നു പോയതിനു ശേഷം പിന്തുടർന്നു നോക്കിയും ആളുകൾ ആ വരവിന് പിന്നിലെ ഉദ്ദേശം അറിയാൻ ശ്രമിച്ചു. സൂര്യ ഓഫീസ് റൂമിലേക്ക് അനുവാദം ചോദിച്ചു കടന്നു ചെല്ലുമ്പോൾ അകത്ത് പ്രിൻസിപ്പാൾ ബഹുമാനപൂർവ്വം എഴുന്നേറ്റ് നിന്നു. മാഡം, അതിരാവിലെ ഇങ്ങെത്തുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. ഹസ്തദാനത്തിനിടയിൽ പ്രിൻസിപ്പാൾ ആന്റണി തരകം പറഞ്ഞു. ഞങ്ങളുടെ തൊഴിൽ ഇതായി പോയില്ലേ ഫാദർ. പാതിരാത്രിയാണെങ്കിൽ പോലും ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. ചിരിയോടെ ഫാദറിനോട് സംസാരിക്കുന്നതിനിടയിലും ആ ഓഫീസ് മുഴുവനായി അവൾ വീക്ഷിച്ചു. ചില കുട്ടികളുടെ ചിത്രങ്ങളടങ്ങിയ ഫലകങ്ങൾ അവിടുത്തെ അലമാരയിൽ സ്ഥാനം പിടിച്ചിരുന്നു. അവയിലൊന്നിൽ തേടിയ മുഖം കണ്ട് അവളൊന്ന് പുഞ്ചിരിച്ചു. ഫാദർ, എനിക്കിതിൻ്റെ ഒരു ചിത്രം എടുക്കാനുള്ള പെർമിഷൻ തരാമോ? അതിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് സൂര്യ ചോദിച്ചു. എടുത്തോളൂ മാഡം, അത് തനിഷ്കയാണ്. ആ കുട്ടി ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തിരുന്നു. ആ വർഷത്തെ കോമ്പറ്റീഷനിൽ ഏറ്റവും പ്രായം കുറഞ്ഞ 1ാം സ്ഥാനക്കാരി തനിഷ്ക ആൽബിനായിരുന്നു. ഷീസ് എ ജം. പഠനത്തിൽ മാത്രമല്ല മറ്റു വിഷയങ്ങളിലും. ആ കുട്ടിയെ കാണുന്നില്ല എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. ഫാദറിന്റെ സംസാരം കേട്ടുകൊണ്ട് തന്നെ സൂര്യ തനിക്ക് വേണ്ട ചിത്രങ്ങൾ അവിടുന്ന് പകർത്തി. കൂട്ടത്തിൽ തനിഷ്കയ്ക്കൊപ്പം ഡാൻസ് കോമ്പറ്റീഷന് ചുവടുകൾ വയ്ക്കുന്ന മറ്റൊരു പെൺകുട്ടിയുടേതും. ഫാദർ, ഞാൻ വിളിച്ചപ്പോൾ സൂചിപ്പിച്ചിരുന്നല്ലോ,
എനിക്ക് തനിഷ്കയുടെ കൂട്ടുകാരികളൊന്ന് കാണണം, സംസാരിക്കണം. കുട്ടികൾ തമ്മിൽ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പൊതുവേ പങ്കുവെക്കുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒന്ന് നമുക്ക് ടേണിംഗ് പോയിന്റ് ആയിട്ട് കിട്ടാതിരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. സൂര്യ പറഞ്ഞു നിർത്തിയതും ഫാദർ മേശയിലിരുന്ന ബെല്ലമർത്തി അവിടേക്ക് പ്യൂൺ കടന്നു വന്നു. അദ്ദേഹം അയാളോട് ഏതോ അധ്യാപികയെ വിളിച്ചു വരാൻ പറഞ്ഞയച്ചു. കുറച്ചു നിമിഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ അവിടുത്തെ ട്യൂട്ടേഴ്സ് യൂണിഫോം ധരിച്ച് 27-30 മധ്യ പ്രായം തോന്നിക്കുന്ന ഒരു യുവതി റൂമിലേക്ക് കയറി വന്നു. ഫാദർ അവരെ ACP സൂര്യയ്ക്ക് പരിചയപ്പെടുത്തി. അവൾ വന്നതിൻ്റെ ഉദ്ദേശം അവരെ അറിയിച്ചു. ശേഷം ഫാദർ സൂര്യയ്ക്ക് നേരെ തിരിഞ്ഞു. മാഡം, ഇത് ജാസ്മില, തനിഷ്കയുടെ അധ്യാപികയാണ്. ക്ലാസ്സിലേക്ക് ഞാൻ നേരിട്ട് ചെന്നാൽ അത് വലിയ ചർച്ചയാകും. ജാസ്മില ഈസ് എ ബെറ്റർ ഓപ്ഷൻ. സൂര്യ അവർക്ക് നേരെ കൈനീട്ടി. നമുക്കൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ് വേണ്ടത്. പോലീസ് എന്നുള്ളത് കുട്ടികളിൽ പരിഭ്രാന്തി സൃഷ്ടിക്കും. സോ കുട്ടികൾക്കൊരു മെന്റർ എന്ന രീതിയിൽ എന്നെ പരിചയപ്പെടുത്തിയാൽ മതി. അതായിരിക്കും നല്ലത്. ഭയം തോന്നാത്ത രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്തോളാം, സൂര്യ പറഞ്ഞു നിർത്തി. കുറച്ചുനാൾ മുൻപ് വരെ കുട്ടികൾക്കിടയിൽ തനിഷ്കയുടെ മിസ്സിംഗ് വലിയ വിഷയം തന്നെയായിരുന്നു മാഡം. പുതിയ വിഷയം കിട്ടുമ്പോൾ പഴയത് വിട്ടുകളയും പോലെ. ഇപ്പോൾ ആ കാര്യവും കുട്ടികളും മറന്ന മട്ടാണ്. ജാസ്മിൽ അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പറഞ്ഞു. പോകാം, സൂര്യ ഡോറിലേക്ക് കൈ കാണിച്ചുകൊണ്ട് ചോദിച്ചു. ആ ഷുവർ മാഡം. ഓഫീസിൽ നിന്നിറങ്ങി അധ്യാപികയ്ക്ക് പിന്നാലെ നടക്കുമ്പോഴും എന്തൊക്കെ ചോദിക്കണം ചോദിക്കരുത് എന്നുള്ള കണക്കുകൂട്ടലിലായിരുന്നു സൂര്യ. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കലപില കൂട്ടുന്ന കുട്ടികളെ പ്രതീക്ഷിച്ചെടുത്ത് വളരെ നിശബ്ദരായി പുസ്തകത്തിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന കുട്ടികളെ കണ്ട് സൂര്യ ഒരു വേള അത്ഭുതപ്പെട്ടു. ക്ലാസ് ടീച്ചർ അകത്തേക്ക് കയറിയത് കണ്ട് എല്ലാവരും പുസ്തകങ്ങൾ അടച്ചുവെച്ച് എഴുന്നേറ്റ് നിന്ന് അവർക്ക് വന്ദനം പറഞ്ഞു. വളരെ സാവകാശം അധ്യാപിക കുട്ടികൾക്ക് ACP പരിചയപ്പെടുത്തി. ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് കുറച്ച് ഗൈഡ് ലൈൻസ് തരുന്നതിന് വേണ്ടിയാണ് ഈ മാഡം ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു പീരീഡ് നിങ്ങൾ നല്ല കുട്ടികളെ മാഡത്തെ കേട്ടിരിക്കണം. ചോദിക്കുന്നതിന് ഉത്തരം പറയണം. നിങ്ങൾ റെഡിയല്ലേ? യെസ് മിസ്. ഉച്ചത്തിൽ കുട്ടികൾ ഒന്നടങ്കം പറഞ്ഞതും സൂര്യ അധ്യാപികയ്ക്ക് പുറത്തേക്ക് പോകാൻ കണ്ടുകൊണ്ട് നിർദ്ദേശം കൊടുത്തു. ഹലോ കുട്ടികളെ, ഇനി നമുക്ക് കുറച്ച് സമയത്തേക്ക് നമ്മൾ പഠനമൊക്കെ നിർത്തിവെക്കുന്നു. എല്ലാവരും ബുക്കൊക്കെ എടുത്ത് ബാഗിലേക്ക് വെച്ചോളൂ. ഓക്കെ, ഇനി നിങ്ങളുടെ ഓരോരുത്തരുടെയും ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പേര് പറയാമോ? സൂര്യ ഒരറ്റത്ത് നിന്ന് പറയിപ്പിക്കാൻ ആരംഭിച്ചു. പക്ഷെ പ്രതീക്ഷിച്ചതുപോലെ ഒരു കുട്ടി പോലും തനിഷ്ക എന്ന പേര് അബദ്ധത്തിൽ പോലും പറഞ്ഞില്ല. അവസാനം ആൺകുട്ടികളുടെ ഭാഗത്ത് എത്തി നിന്നു. അവരിൽ പിൻനിരയിലെ 3 ആൺകുട്ടികൾ ഒരുപോലെ പറഞ്ഞ പേര് സൂര്യയെ അത്ഭുതത്തിലാക്കി. തനിഷ്ക. സൂര്യ അവരെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. അതേസമയം ക്ലാസ്സിന് പുറത്ത് നിന്നിരുന്ന അധ്യാപികയെ അവൾ അകത്തേക്ക് വിളിച്ചു. ആ 3 ആൺകുട്ടികളോട് മാത്രമായി സംസാരിക്കാൻ ഒരവസരം ഒരുക്കി തരാമോ എന്ന് തിരക്കി. അവർ പ്രിൻസിപ്പൽ അച്ഛനെ വിളിച്ച് അനുവാദം വാങ്ങി. സൂര്യ കുട്ടികളെയും കൊണ്ട് KG കുട്ടികളൊക്കെ കളിക്കാൻ സജ്ജീകരിച്ചിരിക്കുന്ന പാർക്കിലേക്ക് നടന്നു. നിങ്ങൾ ത്രിമൂർത്തികളാണോ? ആ കുട്ടികളുടെ ശ്വാസം പിടിച്ചുള്ള നിൽപ്പ് കണ്ട് സൂര്യ ചോദിച്ചു. നോ മാം, വി ആർ 4 പീപ്പിൾ. അനൂപ്, വിവേക്, മെൽവിൻ, തനിഷ്ക. ആ കുട്ടികൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു. ആ കുട്ടി നിങ്ങളുമായി മാത്രമേ കൂട്ടുണ്ടായിരുന്നുള്ളൂ? എല്ലാ കാര്യവും ഷെയർ ചെയ്യുമായിരുന്നു? സൂര്യ ചോദിച്ചതും അവർ പരസ്പരം ഒന്ന് നോക്കി. ശിഖ എല്ലാവരോടും കൂട്ടായിരുന്നു. ഞങ്ങളോടും. ഞങ്ങൾ ഓഫൻസ് ആയതുകൊണ്ട് കുറച്ചിഷ്ടം കൂടുതലുണ്ടായിരുന്നു. മാത്രമല്ല ശിഖ ഞങ്ങളെ കാണാൻ ഞങ്ങൾ താമസിക്കുന്ന തർപ്പണയിൽ ഇടയ്ക്ക് വരുമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ബെസ്റ്റീസ് ആയത്. അവൾക്ക് വേണ്ടി ഇപ്പോഴും അവിടെ കൂട്ടപ്രാർത്ഥന ലിയ സിസ്റ്റർ നടത്തുന്നുണ്ട്, മൂവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. ഈ ചിത്രത്തിൽ കാണുന്നയാളെ കണ്ടിട്ടുണ്ടോ? സൂര്യ മൊബൈലിൽ ഒരു ചിത്രം കാണിച്ച് അവരോട് ചോദിച്ചു. ഇത് ഡോക്ടർ അങ്കിളാണ്. ഇപ്പോൾ കുറേ നാളായി സ്വീറ്റ്സ് അർപ്പണയിൽ കൊണ്ടുവരാറുണ്ട്. പിന്നെ മെൽവിയുടെ സ്പോൺസർ ഡോക്ടർ അങ്കിളാണ്. അനൂപ് കൂട്ടത്തിൽ കണ്ണട ധരിച്ച പയ്യനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ അങ്കിളുടെ അടുത്തേക്ക് ഒരു പോക്കുകൂടെ പോകേണ്ടി വരും. അങ്കിളിൻ്റെ മാത്രമല്ല, സിസ്റ്ററിൻ്റെ അടുത്തേക്കും. കുട്ടികളുടെ മറുപടി കേട്ട് സൂര്യ ആത്മകഥിച്ചു. അതുപോട്ടെ, ഈ ശിഖയെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അതിന് മൂവരും ഒരുപോലെ തലയാട്ടി. തനിഷ്കയ്ക്ക് പേടിയുള്ള ആരെങ്കിലും കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അമ്മയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ശിഖയെ അങ്ങനെ വല്ലതും? പേടിക്കണ്ട, പറഞ്ഞോളൂ. അത് ആരാണെന്ന് അറിഞ്ഞാലേ നമുക്ക് അയാളെ പിടിച്ചിട്ട് ശിഖയെ രക്ഷിക്കാൻ സാധിക്കൂ. സൂര്യ കണ്ണുവിടർത്തി പ്രത്യേക ഭാവത്തിൽ പറഞ്ഞതും കുട്ടികളുടെ ഭാവവും ഗൗരവത്തിലായി. ശിഖ ആകെ ഒരാളെ മാത്രമേ പേടിയാണെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. അതിവിടുത്തെ ഒരു മിസ്സിനെയാണ്. കുട്ടികൾക്ക് തൻ്റെ ചോദ്യം വ്യക്തമായിട്ടില്ല എന്ന് തോന്നിയതും സൂര്യ ഒരിക്കൽ കൂടി വ്യക്തമായി ചോദിച്ചു. അങ്ങനെയൊരു ഭയമല്ല ഞാൻ ഉദ്ദേശിച്ചത്. വീട്ടിൽ കയറി ആരെങ്കിലും ഭീഷണിപ്പെടുത്തുകയോ ഉപദ്രവിക്കുകയോ അങ്ങനെ വല്ലതും പറഞ്ഞിരുന്നു? ഇല്ല, പക്ഷെ ശിഖയുടെ പപ്പ ഒരു ദിവസം സ്കൂളിൽ വന്നിരുന്നു. അന്ന് അവൾ നല്ലോണം പേടിച്ചിരുന്നു. കരഞ്ഞുകൊണ്ടാണ് ക്ലാസ് റൂമിലേക്ക് വന്നു കയറിയത്. സൂര്യയുടെ കണ്ണുകൾ പ്രതീക്ഷിച്ച ഉത്തരം കിട്ടിയതുപോലെ തിളങ്ങി. ആ കുട്ടികൾക്ക് പോകാൻ അനുവാദം കൊടുത്തുകൊണ്ട് അവൾ ഓഫീസിലേക്ക് നടന്നു. അല്പദൂരം ചെന്നതും സൂര്യ പിന്തിരിഞ്ഞു നോക്കി. കുറച്ചു മാറി ആ കുട്ടികൾ 3 പേരും പരസ്പരം എന്തോ പറഞ്ഞ് തർക്കിക്കുന്നത് കണ്ടതും അവൾ വീണ്ടും അവർക്കരികിലെത്തി പ്രശ്നം ആരാഞ്ഞു. അവർ പറഞ്ഞ മറുപടി അവളെ വീണ്ടും കുഴപ്പിക്കുന്നതായിരുന്നു. എത്തിച്ചേർന്ന പാതകളിലെല്ലാം തന്നെ തടസ്സങ്ങൾ കൊണ്ട് നിറഞ്ഞതുപോലെ.
ആ കുട്ടികളെ പറഞ്ഞ വാചകം സൂര്യയുടെ മനസ്സിൽ ഒരിക്കൽ കൂടി മിന്നിമാഞ്ഞു. ഷികയുടെ പപ്പയ്ക്കൊപ്പം മറ്റാരും ഉണ്ടായിരുന്നു. അയാളെ കണ്ടിട്ടാണ് ഷിക അന്ന് ഭയന്ന് കരഞ്ഞത്. പപ്പയെ കണ്ടിട്ടായിരുന്നില്ല. ബെൽവിൻ എന്ന കുട്ടിയുടെ മാത്രമായിരുന്നു ആ സംശയം. പക്ഷേ അതിനെ അങ്ങ് ഉപേക്ഷിച്ചു കളയാൻ ബുദ്ധി വിസമ്മതിക്കുന്നു. അനേകായിരം മരങ്ങൾ തിങ്ങി നിറഞ്ഞ് ഇരുട്ട് വ്യാപിച്ചിരിക്കുന്ന വനാന്തരത്തിലൂടെ തനിഷ്ക മുന്നോട്ട് കുതിച്ചു. അയാൾ പിന്നാലെയുണ്ട് എന്ന തോന്നലിൽ അവൾ വല്ലാതെ ഭയന്നിരുന്നു. ഭയന്നോടുന്നതിനിടയിൽ താഴെ ഒടിഞ്ഞു വീണുകിടക്കുന്ന തടിക്കഷ്ണങ്ങളിൽ തട്ടി പലവരും താഴേക്ക് വീഴുമ്പോഴും ജീവൻ രക്ഷിക്കാനുള്ള തന്ത്രപ്പാടിലായിരുന്നു ആ പെൺകുട്ടി. നീ എവിടെ ചെന്ന് നിൽക്കുമെന്ന് എനിക്കൊന്നറിയണം. ഓട് തനിഷ്ക. അവൾക്ക് പിന്നാലെ പാഞ്ഞു വന്ന രൂപം അലറി. വെള്ളമോ ഭക്ഷണമോ ഇല്ലാതെ തന്നെയും അമ്മയും അടച്ചിട്ട ആ ഇരുട്ടുമുറി ഓർക്കെ വേഗത്തിലോട് എന്നൊരു ശക്തി അവൾക്കുള്ളിൽ നിലവിളിച്ചു. അതേ നിമിഷം താഴെ കിടന്നിരുന്ന വിറകിന്റെ കൂർത്തഗ്രം അവളുടെ നഗ്നമായ വലതുകാൽ പാദത്തിൽ തറച്ചതും വർദ്ധിച്ച വേദനയാൽ അവളുടെ വായ പിളർന്നുപോയി. ആ നിമിഷമാണ് പിന്നാലെയുണ്ടായിരുന്ന അമ്മയെ കാണുന്നില്ല എന്ന സത്യം അവൾക്ക് മനസ്സിലായത്. അമ്മ കൂടെയുണ്ടെന്ന ധൈര്യത്തിൽ മുന്നോട്ടോടിയ കേവലം 10 വയസ്സുള്ള പെൺകുട്ടി. നിബിഡ വനത്തിനുള്ളിൽ നിസ്സഹായായി അവൾ നിന്നുപോയി. കാലിൽ തറച്ചിരിക്കുന്ന വസ്തുവിനെ എടുത്തെറിഞ്ഞ് അടുത്തു കണ്ട കുറ്റിക്കാടിനടുത്തേക്ക് അവൾ നൂണ്ടുകയറി. കരിയിലകളെ ഞെരിച്ച് അടുത്തടുത്ത് വരുന്ന കാലടി ശബ്ദം കേട്ട് അവൾ വർദ്ധിച്ചു വന്ന ശ്വാസഗതികളെ ഒരു കൈകൊണ്ട് ഒതുക്കാൻ ശ്രമിച്ചു. എനിക്കറിയാം നീ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. പതുങ്ങിയ ശബ്ദത്തിൽ വെല്ലുവിളിക്കും പോലെ അയാൾ പറയുന്നത് കേട്ടതും അവൾ കണ്ണുകൾ ഇറുക്കി പൂട്ടി. ചുണ്ടുകൾ വിറച്ചു. കണ്ണിൽ കണ്ണുനീർമുത്തുകൾ ഉരുണ്ടുകൂടി. വീണ്ടും സിസ്റ്റർ ലിയ തെരേസയിലേക്ക് ഒരു പ്രയാണം നടത്തേണ്ടിയിരിക്കുന്നു എന്ന് സൂര്യയ്ക്ക് തോന്നി. അതിനു മുമ്പ് അവൾക്കൊരാളെ കൂടി കാണാനുണ്ടായിരുന്നു, ഡോക്ടർ അനുരാഗമൂർത്തി. ഇപ്രാവശ്യം തനിയെ പോകുന്നതാണ് ഉചിതമെന്ന് അവൾ കരുതി. അർപ്പണയിൽ കൂട്ടപ്രാർത്ഥന വേളയിൽ തന്നെയാണ് അന്നും അവൾ അവിടെ എത്തിപ്പെട്ടത്. പ്രാർത്ഥന തുടർന്നുകൊണ്ടിരിക്കെ വാതിൽക്കൽ നിന്നും അപരിചിതമായ നിഴൽ രൂപം മാതാവിന്റെ രൂപത്തിന് മുന്നിൽ തെളിഞ്ഞതും ലിയ തെരേസ പിന്നിലേക്ക് നോക്കി. പക്ഷെ അവരുടെ മുഖത്ത് ഞെട്ടലിനപ്പുറം മറ്റൊരു ഭാവം നിറഞ്ഞു നിന്നു. അതിനടുത്ത നിമിഷം തന്നെ ആ നിർവചനീയമായ ഭാവപ്പകർച്ചയിൽ നിന്നും അവർ പുറത്തു വന്ന് പുഞ്ചിരിയുടെ മേലങ്കി എടുത്തറിഞ്ഞു. കുട്ടികളോട് പ്രാർത്ഥന തുടർന്നുകൊള്ളാൻ കൈകൊണ്ട് നിർദ്ദേശം കൊടുത്ത് സൂര്യയെ മറ്റൊരു മുറിയിലേക്ക് അവർ ആനയിച്ചു കൊണ്ടുപോയി. ഒരു കസേര അവൾക്ക് മുന്നിലേക്ക് വലിച്ചിട്ട് ആ മുറിയുടെ ബൈബിൾ ഇരിക്കുന്ന മേശയിലേക്ക് ചാഞ്ഞുകൊണ്ട് ചോദ്യഭാവത്തിൽ സൂര്യയെ നോക്കി. ചോദിക്കണം മാഡം, എന്നതാ അറിയാനുള്ളേ? സൂര്യ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആ കസേരയിലേക്ക് അമർന്നു. ഒന്നേ അറിയാനുള്ളൂ തെരേസ, തൻവി എവിടെ? വളരെ സാവധാനത്തിലായിരുന്നു അവളുടെ ചോദ്യം. അതിന് മറുപടി പറയാതെ ലിയ തെരേസ ഒന്ന് നിശ്വസിച്ചു. എനിക്കും അറിയില്ല മാഡം, ഞാൻ നിങ്ങളെപ്പോലെ തിരയുകയാണ് അവളെ. വാക്കുകൾ ചിതറി വീണത് അപ്രകാരമാണെങ്കിൽ പോലും അവരുടെ കണ്ണുകൾ മറ്റെന്തോ രഹസ്യമായി അവളോട് പറയാനുണ്ടായിരുന്നു. ഒരു നിമിഷം സൂര്യ കണ്ണുകൾ ഇറുകി അടച്ചുകൊണ്ട് നെടുവേർപ്പെട്ടു. സൂര്യ ചടുലതയോടെ പിഴഞ്ഞെണീറ്റു. നിങ്ങൾ അതിസമർത്ഥയാണ്, നല്ലൊരു അഭിനേത്രിയും. പക്ഷേ കർത്താവിന്റെ മണവാട്ടി പിഴച്ചുപോയാ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല തെരേസ. അവരോട് ചേർന്ന് നിന്ന് കണ്ണുകൾക്ക് തൊട്ടടുത്ത് നിന്നുകൊണ്ട് പറഞ്ഞു. പിന്നീട് മേശപ്പുറത്തേക്ക് ജീൻസിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു പേപ്പർ എടുത്തിട്ടു. 3 വട്ടം കന്യാസ്ത്രീയുടെ കുളി തെറ്റിയതിന്റെയും അബോർഷൻ ചെയ്തതിന്റെയും റിപ്പോർട്ടാണിത്. മറ്റു ചില നിർണായക വിവരങ്ങൾ കൂടെ ലഭിച്ചിട്ടുണ്ട്. ഇവിടെ ഈ അർപ്പണയിൽ നിങ്ങൾ നടത്തുന്ന ചില ഇല്ലീഗൽ വർക്കുകൾ, ഇടയ്ക്കിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന 3 ആൺകുട്ടികൾ, അവരുടെ കോടികൾ വില പറഞ്ഞു വെച്ചിരിക്കുന്ന അവരുടെ ഹൃദയം. ഇനിയുമുണ്ട് ഒരുപാട് അഴുക്ക് ലിയ തെരേസയുടെ വെളുത്ത വേഷത്തിനുള്ളിൽ. എത്ര കഴിക്കാലും കൂടുതൽ മിഴിവോടെ അവയിൽ നിന്നും ദുർഗന്ധം വമിക്കും. കൃത്രിമ കന്യാചർമ്മം വെച്ച് പിടിപ്പിച്ചത് ഉൾപ്പെടെ കൂടെയുണ്ടായിരുന്നവൻ അറിയാവുന്നതും മുഴുവൻ ഛർദ്ദിച്ചിട്ടുണ്ട്. മാനം കെട്ടും പണം നേടുകിൽ മാനക്കേടാ പണം മാറ്റിടും എന്ന ലൈനാണ് അല്ലേ തെരേസ? ഇനി പറയേണ്ടത് നിങ്ങളാണ്. കാമുകന് കൂട്ടുകാരി കിടക്ക വിരിക്കാൻ തയ്യാറല്ലഞ്ഞിട്ടായിരുന്നു തൻവിയെ അപായപ്പെടുത്താൻ നിങ്ങൾ പലവട്ടം ശ്രമിച്ചത്. ഈ കാണാനാവുന്നതിന് മുമ്പ് പോലും തൻവി ഇവിടെ വന്നിരുന്നത് സൗഹൃദം പുതുക്കാനായിരുന്നില്ല. ആൽബിനോട് അവൾ കണ്ടെത്തിയ ചില രഹസ്യ വിവരങ്ങൾ അറിയിക്കുമെന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. തനുവിന്റെ സുഹൃത്ത് വിഷ്ണുവിനെ ആൽബിൻ ഉപദ്രവിക്കുന്നു എന്ന പേരിൽ സന്ദേശം അയച്ചതുപോലും നിങ്ങളാണ് മിസ് ലിയ തെരേസ. തനുവിന്റെ അപ്പ സുബ്രഹ്മണ്യത്തിന് ആൽബിനും സഹപ്രവർത്തകയും ചേർന്ന് നിൽക്കുന്ന ചിത്രം അയച്ചതും നിങ്ങൾ തന്നെയാണ്. എല്ലാത്തിനും തെളിവുകളുണ്ട്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണാണ് ആദ്യ തെളിവ്. ലിയ തെരേസ ഒന്നും സംസാരിക്കാൻ കഴിയാതെ തലതാഴ്ത്തി മൗനിയായി നിന്നു. ഒരിക്കലും ആരാലും കണ്ടുപിടിക്കില്ല എന്ന് കരുതിയത് പുറത്തു വന്നിരിക്കുന്നു. ക്രോധത്താൽ അവരുടെ കണ്ണുകൾ വന്യമായി ചുമന്നു. സൂര്യ അറിയിച്ചതനുസരിച്ച് ഡോക്ടർ അനുരാഗിനെ മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നു. അതിനു പിന്നാലെ ഒരു കന്യാസ്ത്രീക്ക് കൂടി വിലങ്ങ് വെച്ചതോടെ മാധ്യമപ്പടകൾ മുഴുവനായി ഇളകി തുടങ്ങി. പക്ഷേ കസ്റ്റഡിയിൽ വാങ്ങി എത്ര തന്നെ ചോദ്യം ചെയ്തിട്ടും തൻവിയും മകളും എവിടെയെന്നതിന് അവരുടെ കയ്യിൽ ഉത്തരവില്ലായിരുന്നു. 2 വട്ടം തൻവിയെ അപായപ്പെടുത്താൻ തങ്ങൾ ശ്രമിച്ചെന്നുള്ളത് ഇരുവരും സമ്മതിച്ചു. പക്ഷേ തൻവിയും മകളും എവിടെയെന്ന ചോദ്യം വീണ്ടും തലവേദനയായി തുടർന്നു.
മകൾ വഴിയെ അർപ്പടയിലെ 3 കുട്ടികൾക്ക് മാതൃതുല്യയായ തനു അവരിൽ നിന്നും അറിഞ്ഞതാണ് കുട്ടികളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ഇടയ്ക്ക് പോകുന്ന കാര്യം. ഒരു കുട്ടിയായിരുന്നെങ്കിൽ പോലും അവൾ സംശയിക്കില്ലായിരുന്നു. പക്ഷെ ഒരേ സമയത്തിൽ 3 കുട്ടികൾ, അതും ഒരേ പ്രായക്കാർ. ആദ്യം കൂട്ടുകാരിയും ഭർത്താവിന്റെ ഒരേ ഒരു ബന്ധുവും കൂടിയായ ലിയയെ തൻവി സംശയിച്ചിരുന്നില്ല. പക്ഷേ അനുരാഗുമായുള്ള രഹസ്യബന്ധം അറിഞ്ഞതോടെ അവരുടെ ബന്ധത്തിന് വിള്ളൽ വീണു. ക്രമേണ ആ ബന്ധം തന്നെ ഇല്ലാതായി. എന്നിരുന്നാലും തൻവി കുട്ടികളെ സന്ദർശിക്കുകയും അവർക്ക് തന്നാൽ കഴിയുന്ന ചില്ലറ സഹായം ചെയ്യാനും ശ്രമിച്ചിരുന്നു. കുട്ടികളിൽ നിന്നും പലതും അറിഞ്ഞ തൻവി ഭർത്താവിനെ ഇത് അറിയിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സുബ്രഹ്മണ്യത്തെ ആരോ തെറ്റിദ്ധരിപ്പിക്കുന്നതും അനുരാഗിന് തൻവിയെ വിവാഹം ആലോചിക്കുന്നതും. ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ച തൻവിയെ കമ്പനിയിൽ പോയി കാണാൻ ശ്രമിച്ച അനുരാഗിനെ അവളുടെ സുഹൃത്തുക്കൾ വളഞ്ഞിട്ട് ആക്രമിച്ചു. ഹിബ വഴി ആൽബിന്റെയും തൻവിയുടെയും ദാമ്പത്യത്തിലെ പൊരുത്തക്കേടുകൾ അവർ അറിഞ്ഞിരുന്നു. അതുകൂടെ ആയതോടെ അനുരാഗിന്റെ നിലതെറ്റി. ചെറിയൊരു ആക്സിഡന്റിലൊക്കെ തീർക്കാൻ ശ്രമിച്ചു. എങ്കിലും ആയുസിന്റെ ബലം കൊണ്ട് അവർ രക്ഷപ്പെട്ടിരുന്നു. 2 റോഡിൽ വെച്ചും ഒരു വട്ടം പട്ടാമ്പിയിലെ തൻവിയുടെ വീട്ടിൽ വെച്ചുമായിരുന്നു കൊലപാതക ശ്രമം. അതിൽ പരാജയപ്പെട്ടുവെങ്കിലും ഇതൊക്കെ ചെയ്തത് ആൽബിനായിരുന്നുവെന്ന് തൻവിയുടെ വീട്ടുകാരെ വിശ്വസിപ്പിക്കാൻ ഡോക്ടർ അനുരാഗിന് കഴിഞ്ഞു. കസ്റ്റഡി റൂമിൽ പുറത്ത് അവർക്ക് നേരെ നടക്കുന്ന കോലാഹലങ്ങൾ അറിയാതെ ലിയ തെരേസ പോലീസിനോട് കുമ്പസാരിക്കുകയായിരുന്നു. അതേസമയം സൂര്യയുടെ മൊബൈലുമായി അവിടേക്ക് ഒരു കോൺസ്റ്റബിൾ കയറി വന്നു. ACPക്ക് അത് കൈമാറി. ഓ നോ, അതൊരിക്കലും തനിഷ്കാവില്ല സർ. അതേ പ്രായത്തിലെ മറ്റെന്തെങ്കിലും? ഓക്കെ സർ, ഉടനെ തിരിക്കാം. സൂര്യയുടെ സംസാരം വീക്ഷിച്ചുകൊണ്ട് അല്പം മാറി നിന്ന അജ്മൽ അവൾക്കടുത്തേക്ക് വന്നു. വാട്ട് ഹാപ്പൻ മാഡം? കടമ്പ്രയാർ എക്കോ ടൂറിസം സ്പോട്ടിൽ ഒരു പെൺകുഞ്ഞിന്റെ ബോഡി. അജ്മൽ, വി ഹാവ് ടു വിസിറ്റ് ദ. ചെയറിലിരിക്കുന്ന ഡോക്ടർക്കും സിസ്റ്റർക്കും നേരെ കത്തുന്നൊരു നോട്ടം കൊടുത്തുകൊണ്ട് അവർ ഇരുവരും പുറത്തേക്ക് കുതിച്ചു. ബുഷ് ചെടികൾ തിങ്ങിയ ആ കുറ്റിക്കാട്ടിൽ ശ്വാസം പോലും എടുക്കാൻ ഭയന്ന് തൻവി മുട്ടിലിരുന്നു. കാൽമുട്ടിലേക്ക് ചെറുതും വലുതുമായ കല്ലുകളുടെ തറച്ചു കയറുന്ന വേദന അതുപോലെ നിസ്സാരമായി തോന്നി അവൾക്ക്. എത്രയും വേഗം രക്ഷപ്പെട്ട് അമ്മയ്ക്കരികിലെത്താൻ അവൾ കൊതിച്ചു. തന്റെ തലയ്ക്ക് മുകളിലെ ചെടി ആരോ വകഞ്ഞു മാറ്റും പോലെ തോന്നിയതും അവൾ മുകളിലേക്ക് കണ്ണുകൾ മറിച്ചു. ക്രൂരമായ ചിരിയുടെ കയ്യിലുയർത്തിയ റബ്ബറിന്റെ ചുറ്റികയുമായി നിൽക്കുന്ന ആ രൂപം കണ്ടതും അവൾ ഭയത്താൽ കണ്ണുകൾ ഇറുക്കിയടച്ചു. എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിലാണ് കടമ്പ്രയാർ ബോട്ടിംഗ് കേന്ദ്രം. പരിസ്ഥിതി സൗഹൃദ ഗ്രാമം കൂടിയാണ് കടമ്പ്രയാർ. ഇവിടെ പലതരം ബോട്ട് യാത്രാ സൗകര്യങ്ങളുണ്ട്. എല്ലാ സന്ദർശകർക്കും ഇഷ്ടപ്പെടുന്ന മറ്റ് ഒട്ടനവധി കൗതുക കാഴ്ചകളും. തെളിഞ്ഞ നീരൊഴുക്കും സമൃദ്ധമായ വയലുകളും തെങ്ങിൻ തോപ്പുകളും ചേർന്ന് തനത് ഗ്രാമഭംഗി വരച്ചിടുന്നു. അങ്ങോട്ടേക്കുള്ള യാത്രയിലും അവരുടെ കാറിൽ ഒരു അസുഖകരമായ നിശബ്ദത തളം കെട്ടി നിന്നു. ചെറിപ്പായുന്ന വാഹനങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോഴും ആ ബോഡി ഒരിക്കലും തനിഷ്കയുടേതാകില്ല എന്ന അനുമാനത്തിൽ തന്നെയായിരുന്നു ACP സൂര്യ. വണ്ടർലായ്ക്ക് സമീപത്തായത് അവിടെ നിന്ന് മിസ്സിംഗ് ആയ ഏതെങ്കിലും പെൺകുട്ടിയായിരിക്കാം എന്നൊരു കണക്കുകൂട്ടലും അവൾക്കുണ്ടായിരുന്നു. ഒരുപക്ഷെ അങ്ങനെയല്ല എങ്കിൽ ഇനി ഒരു മരണം കൂടി അടുത്തു തന്നെ തങ്ങൾ അറിയും എന്ന് അവളുടെ മനസ്സ് മന്ത്രിച്ചു. അവർ സഞ്ചരിച്ചിരുന്ന ഔദ്യോഗിക വാഹനം കടമ്പ്രയാറിന് സമീപത്തായി ഡ്രൈവർ ഒതുക്കിയിട്ടു. കാറിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേ കണ്ടു നിരനിരയായി നിർത്തിയിട്ടിരിക്കുന്ന മാധ്യമങ്ങളുടെ എംബ്ലം പതിച്ച വാഹനങ്ങൾ. പക്ഷെ ആരെയും അകത്തേക്ക് കടത്തിവിട്ടിട്ടില്ല എന്ന് തോന്നിക്കും വിധം പോലീസ് ഉദ്യോഗസ്ഥർ അവർക്ക് മുന്നിൽ പ്രതിരോധം തീർത്തിരുന്നു. ബോട്ടിംഗ് തുടങ്ങുന്ന ഭാഗത്തായിട്ടായിരുന്നു ബോഡി കിടന്നിരുന്നത്. അങ്ങോട്ട് നടന്നെടുക്കുന്ന സൂര്യയെ കണ്ടതോടെ അവിടെയുണ്ടായിരുന്ന മറ്റു ഉദ്യോഗസ്ഥർ അവർക്ക് സല്യൂട്ട് ചെയ്ത് അവൾക്കുള്ള വഴിയൊരുക്കി. മാഡം അന്വേഷിക്കുന്ന മിസ്സിംഗ് കേസുമായി ഇതിന് കണക്ഷനുണ്ടോ എന്നുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് നേരെ അല്പം ക്ഷമിക്കൂ എന്നൊരറിയിപ്പോടെ ACP അകത്തേക്ക് കടന്നു. സർ, ദാ അവിടെയാണ്. സർക്കിൾ ഇൻസ്പെക്ടർ വിവേക് നിൽക്കുന്നിടത്തേക്ക് ചൂണ്ടിക്കൊണ്ട് ഒരു കോൺസ്റ്റബിൾ പറഞ്ഞു. സൂര്യ ഒന്ന് അമർത്തി മൂളി. അജ്മലിനോട് മുന്നിൽ നടക്കാൻ നിർദ്ദേശം കൊടുത്തു. ശരീരം വെള്ളത്തിൽ നിന്നെടുത്ത് കരയിലേക്ക് കിടത്തിയതാണ് എന്ന് തോന്നിക്കും വിധത്തിൽ പുതപ്പിച്ചിരുന്ന വെളുത്ത തുണിയിൽ നനവ് പടർന്നിരുന്നു. അസഹ്യമായി തോന്നും വിധം മരണത്തിന്റെ തണുപ്പ് അവിടെ എങ്ങും പടർന്നിരുന്നു. സൂര്യയുടെ നിർദ്ദേശം ലഭിച്ചതും ആ കുഞ്ഞു ശരീരം മൂടിയിരുന്ന തുണി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നീക്കിക്കൊടുത്തു. ഒരേയൊരു നോട്ടത്തിനപ്പുറം ആ കാഴ്ചയിലേക്ക് കണ്ണുകൾ പതിപ്പിക്കാൻ കഴിയാത്ത വിധം സൂര്യയുടെ കണ്ണുകൾ അടഞ്ഞുപോയി. ഉറച്ച നിശ്ചയദാർഢ്യത്തോടെ വീണ്ടും കണ്ണുകൾ തുറന്ന് അവൾ അതിനെ വീക്ഷിക്കാൻ തുടങ്ങി. മരിച്ചതിന് ശേഷമാണ് ആറിൽ കൊണ്ടിട്ടത് എന്ന് തോന്നുന്നു. മേ ബി, ആയിരിക്കാം, അല്ലായിരിക്കാം. ഓട്ടോപ്സി റിപ്പോർട്ട് വന്നാലേ കൂടുതൽ അറിയാൻ സാധിക്കൂ. സൂര്യയും അജ്മലും അത് സമ്മതിക്കും പോലെ ശിരസ് ചലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. തനിഷ്കയേക്കാൾ അല്പം പ്രായക്കൂടുതൽ കാണുമായിരുന്നു അവർക്ക് മുന്നിൽ കിടക്കുന്ന പെൺകുട്ടിക്ക്. ആ ശരീരം നഗ്നമായിരുന്നു. ശരീരത്തിൽ അങ്ങിങ്ങായി ബ്ലേഡ് കൊണ്ട് വരയ്ക്കപ്പെട്ടതുപോലുള്ള പാടുകൾ. കൊലപാതകം നടന്നിരിക്കുന്നത് മറ്റെവിടെയാണ് അജ്മൽ. ശേഷം പോലീസ് ശ്രദ്ധിക്കാൻ വേണ്ടി തന്നെ കരുതിക്കൂട്ടി ഇവിടെ ഉപേക്ഷിച്ചിരിക്കുന്നു. പിന്നെ ആ കുട്ടിയുടെ ശരീരത്തിലെ മുറിവുകൾ നോട്ട് ചെയ്തു. അത് സർജിക്കൽ ബ്ലേഡ് കൊണ്ട് മുറിപ്പെടുത്തിയിരിക്കുന്നത് തന്നെയാണ്. വെള്ളത്തിനടിയിൽ ഉരഞ്ഞ് സ്വാഭാവികമായി രൂപപ്പെട്ടിരിക്കുന്ന മുറിവുകളല്ല. മാത്രമല്ല അവളുടെ മാറിടത്തിന് താഴെയുള്ള മുറിവ് കണ്ടു. അതാരുടെയോ ദന്തക്ഷതങ്ങളാണ്.
ഐ തിങ്ക് ഷീസ് ഫിസിക്കലി അബ്യൂസ്ഡ്. സൂര്യ പരിസര പ്രദേശം മുഴുവനായി സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് പറഞ്ഞു. വളരെ ശരിയാണ് മാഡം. നിങ്ങൾ പറഞ്ഞതൊക്കെ തന്നെയാണ് എൻ്റെയും പ്രാഥമിക നിഗമനങ്ങൾ. അവർക്ക് പിന്നിൽ നിന്നും ആരോ പറഞ്ഞതും അവരെല്ലാം ഒരുപോലെ തിരിഞ്ഞു നോക്കി. ഇത് ഡോക്ടർ ഷഹീർ അലി. അവരുടെ കൂടെയുണ്ടായിരുന്ന SI അദ്ദേഹത്തെ സൂര്യയ്ക്ക് പരിചയപ്പെടുത്തി. ഓ, ഐ സി. പിന്നെ മറ്റെന്തൊക്കെ ഫൈൻഡിങ്സ് ആണുള്ളത് ഡോക്ടർ? സൂര്യ ചോദിച്ചതും അദ്ദേഹം കൂടെയുണ്ടായിരുന്ന ആളോട് ബാഗിൽ നിന്ന് ഒരു ഗ്ലൗസ് എടുക്കാൻ ആവശ്യപ്പെട്ടു. ശേഷം ഗ്ലൗസ് ധരിച്ച ശരീരത്തിലെ തുണി മാറ്റിക്കൊണ്ട് അതിലെ ബാഹ്യമായ മുറിവുകൾ പോയിന്റ് ചെയ്ത് പറഞ്ഞു തുടങ്ങി. മുഖത്ത് കണ്ണിന് താഴെയായി ഈ മുറിവ് ഒരു റിങ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാകണം. പിന്നെ ഇതാ അല്പം താഴെ മൂക്കിൽ നിന്ന് അല്പം രക്തം ഇപ്പോഴും വരുന്നത് കണ്ടോ? ദാറ്റ് മീൻസ് ഈ കുട്ടിയുടെ ജീവൻ നഷ്ടമായിട്ട് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. വെള്ളത്തിൽ കിടന്നതിൻ്റെ ഒരു മരവിപ്പ് മാത്രമേ ഈ ശരീരത്തിനുള്ളൂ. പാതി പ്രാണനോടെ ഉപേക്ഷിച്ച് കളഞ്ഞതാവാനാണ് സാധ്യത. അതുപോലെ ഈ വയറ് വീർത്തിരിക്കുന്നത് കണ്ടോ? വയറ്റിൽ വെള്ളം ധാരാളമായിട്ടുണ്ടാകണം. ആൻഡ് ലാസ്റ്റിംഗ്, ഈ നെഞ്ചിൽ കുറിച്ചിരിക്കുന്ന വാക്ക് കണ്ടോ? അതൊരു താക്കീത് പോലെ എനിക്ക് തോന്നുന്നത്. ആർക്കോ ഉള്ള താക്കീത്. പിന്നാലെ വന്നാൽ ഇനിയും ആവർത്തിക്കും എന്നുള്ളതുപോലെ. ഒക്കെ ചേർത്ത് വായിക്കുമ്പോൾ ആർക്കോ ഉള്ള മെസ്സേജ് പോലെ തോന്നുന്നു. എന്തോ മനസ്സിലാക്കിയതുപോലെ സൂര്യ ആ ബോഡിയുടെ നെഞ്ചിലേക്ക് നോക്കി. പച്ച കുത്തിയിരിക്കുന്നതായിരുന്നു അത്. ഫോർഗെറ്റ് ദാറ്റ് പ്ലീസ്. ഇതെന്തോന്ന്, ചായകളെ മറക്കാനോ? SI തമാശ രൂപേണ ചോദിച്ചതും അജ്മൽ അയാളെ രൂക്ഷമായി നോക്കി. സോറി സർ, അതിന്റെ മീനിങ്ങാ ഞാൻ പറഞ്ഞത്. അയാൾ തന്റെ സംസാരം ന്യായീകരിക്കാൻ ശ്രമിച്ചു. തന്റെ നാവ് കുറച്ച് സമയത്തേക്ക് അടച്ചു വെക്കണം മിസ്റ്റർ. മാം, ഇതൊരു പക്ഷേ നമുക്കുള്ള ഹിന്റാണെങ്കിൽ? നമ്മൾ തിരയുന്നതും 2 ടീ തന്നെയല്ലേ? തൻവി ആൻഡ് തനിഷ്ക. അജ്മൽ തനിക്ക് തോന്നിയത് സൂര്യയെ അറിയിച്ചു. യെസ്. എനിവേ, ഇവിടുത്തെ നടപടികൾ കഴിഞ്ഞിട്ട് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് പോട്ടെ. അവിടെ നിന്നറിയാൻ ബാക്കിയുള്ള വിവരങ്ങൾ. ഇതിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ സീൽഡ് ആയിരിക്കണം. പിന്നെ ഇതാദ്യം കണ്ടയാളെ ഒരു വട്ടം കൂടി ചോദ്യം ചെയ്യണം. കൊണ്ടിടുന്നയാളെ അയാൾ കണ്ടിരുന്നോ എന്നുള്ളത്. പിന്നെ വണ്ടർലായിൽ നിന്ന് ഏതെങ്കിലും മിസ്സിംഗ് കേസ് ലഭിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. എത്ര നാൾ പഴക്കമുണ്ടെന്നും. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ തൻവി മരണത്തിന്റെ ചുഴിയിൽ തന്നെയാണ് ഇപ്പോഴും. ഏത് നിമിഷവും അവരുടെ മരണവാർത്ത നമ്മൾ കേൾക്കേണ്ടി വരും. സൂര്യയും അജ്മലും അവിടുന്ന് പുറത്തിറങ്ങിയ സമയം തന്നെ മാധ്യമങ്ങൾ അവരെ വളഞ്ഞു. മാം, ഈ മർഡറുമായി നിങ്ങളിപ്പോൾ അന്വേഷിക്കുന്ന കേസിന് ബന്ധമുണ്ടോ? അതാണോ മാഡം ക്രൈം സീൻ സന്ദർശിക്കാൻ കാരണം? യെസ്, ഞാൻ അന്വേഷിക്കുന്ന കേസുമായി ഈ മർഡറിന് ബന്ധമുണ്ട്. തൻവി, തനിഷ്ക എന്നിവരുടെ മിസ്സിങ്ങിന് പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് പോലീസ് സംശയിക്കുന്നു. മറ്റുള്ള കാര്യങ്ങൾ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. മാം, ഒരു ചോദ്യം കൂടെ. നോ, നോ മോർ ക്വസ്റ്റ്യൻസ്. വി ഹാവ് ടു ലീവ് നൗ. അജ്മൽ കം. അജ്മലിന് നേരെ കണ്ണു കാണിച്ചവർ പുറത്തേക്ക് നടന്നു. അജ്മൽ, ആ കുട്ടിയുടെ ബന്ധുക്കളെ എത്രയും വേഗം കണ്ടെത്തണം. അവരെ തൻവി ഓർ തനിഷ്ക രണ്ടുപേരിൽ ആരെങ്കിലുമായി കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കണ്ടെത്തണം. ഫോട്ടോ വെച്ച് ഉടൻ അന്വേഷണം ആരംഭിച്ചോളൂ. ഓക്കെ മാഡം. മുന്നോട്ട് നടക്കുന്നതിനിടയിൽ അജ്മലിനോട് നിർദ്ദേശം നൽകിക്കൊണ്ട് ഇരുവരും ഇരുവഴിക്ക് പിരിഞ്ഞു. സൂര്യ ഓഫീസിലെത്തുന്നതിന് മുമ്പ് തന്നെ അജ്മലിന്റെ പേഴ്സണൽ നമ്പറിൽ നിന്നും അവൾക്കായി വെളിയെത്തി. യെസ് അജു, പറയൂ, എന്തായി പോയ കാര്യങ്ങൾ? മാം, ദർ ഇസ് നോ എനി കണക്ഷൻ വിത്ത് ദർ. ബട്ട് എന്താണ് ഒരു പക്ഷേ? ഒരു കോമൺ ഫാക്ടർ ഉണ്ടോ മാഡം? ആ കുട്ടിയുടെ പേര് ആദില. അമ്മയ്ക്കൊപ്പമാണ് ആ കുട്ടിയും മിസ്സിംഗ് ആയിരിക്കുന്നത്. ഏകദേശം ടീ മിസ്സിംഗ് പോലെ തന്നെ. അതുമാത്രമല്ല മാഡം, ആദിലയുടെ പേരൻസ് പരസ്പരം അകന്നു കഴിയുന്നവരാണ്. അജ്മൽ പറഞ്ഞു തീർന്നതും സൂര്യ അല്പസമയം നിശബ്ദയായിരുന്നു. കുറച്ചു നേരത്തിനൊടുവിൽ അവൾ ആരാഞ്ഞു. പിന്നെ എന്തുകൊണ്ടാണ് അജ്മൽ നമ്മൾക്ക് IG ഹാൻഡ് ഓവർ ചെയ്ത റിപ്പോർട്ടിൽ ആ മിസ്സിംഗ് ഇല്ലാതിരുന്നത്? IG നമുക്ക് തുടക്കത്തിൽ കൈമാറിയ ഫയലിൽ നിന്ന് ഇവരുടെ പേരുകൾ എങ്ങനെ മിസ്സായി? ഹൗ ഡിഡ് ദാറ്റ് ഹാപ്പൻ? സൂര്യ തീർത്തും അസഹിഷ്ണുത പ്രകടിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. മാഡം, അവരുടെ മിസ്സിംഗ് കേസ് ഇതുവരെ ഫയൽ ചെയ്തിട്ടില്ല. അത് മുകളിൽ നിന്ന് തന്നിരിക്കുന്ന റിപ്പോർട്ടിലുള്ള എറർ അല്ല. അവർ മിസ്സിംഗ് ആണെന്ന് ആ സ്ത്രീയുടെ പേരൻസിന് ഇതുവരെ അറിയില്ല. വീട്ടുകാരുടെ അറിവിൽ അവർ അമ്മയും മകളും ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. വിളിച്ചാൽ എടുക്കാറില്ല, റിങ് ചെയ്യാറുണ്ട്. ഞാൻ അന്വേഷിച്ചപ്പോൾ അത് കോഴിക്കോട് ഏതോ ബീച്ചിനടുത്ത് തെരുവുര കച്ചവടം നടത്തുന്ന ആരുടെയോ കയ്യിലാണ് മാം. അയാൾക്ക് ബീച്ചിൽ നിന്ന് കിട്ടിയതാണ്. അയാളൊരു പാവമാണ്. നമ്പർ ലോക്ക് ആയതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റിയില്ല. പക്ഷേ ആള് വെറുതെ അത് ചാർജിലിട്ട് വെക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും ഉടമസ്ഥനെ കണ്ട് കിട്ടിയ ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി. അജ്മൽ ചെറിയൊരു ചിരിയോടെ പറഞ്ഞു. ദാറ്റ് മീൻസ് ഇനിയും റിപ്പോർട്ട് ചെയ്യാത്ത മിസ്സിംഗ് കേസുകൾ ഉണ്ടാകാം. അവരുടെ മൊബൈൽ ഫോൺ ഉപേക്ഷിച്ചിരിക്കുന്നത് ബോധപൂർവമാണ് അജ്മൽ. ഇത് ചെയ്യുന്നവനാരോ. അവനിലേക്ക് പോലീസിന് അന്വേഷണം മന്ദഗതിയിലാക്കാൻ വേണ്ടി. അജ്മൽ, എത്രയും വേഗം നമുക്ക് ഒരു പ്രസ് മീറ്റ് അറേഞ്ച് ചെയ്യണം. മുകളിലേക്ക് ഞാൻ അറിയിച്ചോളാം. ഇതുപോലെ മിസ്സിംഗ് ആണെന്ന് മനസ്സിലാകാതെ എത്ര പേർ അവരുടെ കസ്റ്റഡിയിലുണ്ട് എന്ന് നമുക്കറിയില്ലല്ലോ. വി ഹാവ് ടു ഇൻഫോം ദാറ്റ് ടു പീപ്പിൾ. സൂര്യ കയ്യിൽ തല താങ്ങിക്കൊണ്ട് പറഞ്ഞു. പക്ഷെ അതിലൊരു റിസ്ക് ഉണ്ട് മാഡം. ഇതറിഞ്ഞ സെപ്പറേറ്റഡ് ആയ എല്ലാവരിലും ഒരു ഭീതി തരംഗം രൂപം കൊള്ളും. കിഡ്നാപ്പറുടെ അടുത്ത ടാർഗറ്റ് ആരായിരിക്കുമെന്ന ടെൻഷൻ ജനങ്ങളിൽ വർദ്ധിക്കില്ലേ? അവരിൽ കൂടുതൽ ജാഗ്രത ഉണ്ടാകും. എങ്കിൽ പോലും അത് നമുക്ക് തലവേദന കൂട്ടും.
വേണ്ടതും വേണ്ടാത്തതുമായ ഇൻഫർമേഷൻസ് കൂടുതലായി ഒഴുകിയെത്തും. അതിനേക്കാൾ ഉപരി നമ്മുടെ അന്വേഷണം ശരിയായ രീതിയിലാണെങ്കിൽ ഇനിയും മർഡർ നടക്കാനും സാധ്യതയുണ്ട്. അജ്മൽ തന്റെ ഉള്ളിൽ തോന്നിയ സംശയം പ്രകടിപ്പിച്ചു. എക്സാക്ട്ലി, പക്ഷേ നമുക്കിത് ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല അജ്മൽ. മർഡർ നിരക്ക് വർദ്ധിച്ചു വന്നിരിക്കും. ഒരുപക്ഷേ തൻവിയുടേതാകാം ഇനി നമ്മൾ അറിയാൻ പോകുന്ന മരണവാർത്ത. എന്നിരുന്നാലും ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന ദാറ്റ് ബ്ലഡി വൂൾഫ് ആരാണെന്ന് കണ്ടെത്തിയേ തീരൂ. ജനങ്ങൾ ബന്ധം പിരിയുക എന്ന് കേൾക്കുമ്പോഴേ ഭയക്കണം എന്ന് ചിന്തിക്കുന്ന ഏതോ ഒരാൾ, എ ഡിവോഴ്സ്ഡ് സൈക്കോ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സ്ത്രീകളാൽ വിവാഹ ജീവിതം നഷ്ടമായ ഏതോ ഒരുവന്റെ പകപോക്കൽ. ഏയ് അജ്മൽ, ഡു വൺ തിങ്. തൻവിയുടെ ഫ്രണ്ട് സർക്കിൾ, അതായത് കോളേജ് ടൈമിലെ ഫ്രണ്ട് സർക്കിളിലെ വിവാഹം കഴിഞ്ഞവരിൽ എത്ര പേർ സെപ്പറേറ്റഡ് ആണെന്ന് അന്വേഷിക്കണം. അതുമാത്രമല്ല, അവരുടെയൊക്കെ ഇപ്പോഴത്തെ കറണ്ട് ലൊക്കേഷൻ സ്കെച്ച് ചെയ്യണം. സാധിക്കുമെങ്കിൽ മീറ്റ് ചെയ്യണം. മാം, ഇതൊക്കെ ഇന്നൊരു ദിവസം കൊണ്ട്? അജ്മൽ സംശയത്തോടെ ചോദിച്ചു. പറ്റില്ല എന്നറിയാം, ബട്ട് അറിയാലോ, ഇനിയൊരു മിസ്സിംഗ് കേസ് കൂടെ റിപ്പോർട്ട് ചെയ്യാൻ നമ്മൾ അനുവദിക്കരുത്. ജനങ്ങളുടെ ജീവന്റെ കാര്യമാണ്. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് മാം. കോൾ ഡിസ്കണക്ട് ആയതും സൂര്യ എന്തോ ഓർമ്മ വന്നതുപോലെ പോക്കറ്റിൽ നിന്ന് കാറിന്റെ കീ എടുത്ത് ചുഴറ്റി ദ്രുതഗതിയിൽ ഓഫീസ് കെട്ടിടത്തിന്റെ പുറത്തേക്ക് ചുവട് വെച്ചു. അവൾ താമസിക്കുന്ന വീടിന് മുന്നിലായിട്ടാണ് ആ വാഹനം വന്ന് നിന്നത്. വാഹനത്തിൽ നിന്നിറങ്ങി അവർ ധൃതിയിൽ അകത്തേക്ക് പാഞ്ഞു. കുറേയേറെ ഫയലുകളുള്ള ഒരു റൂമിനുള്ളിലാണ് ആ കാലുകളുടെ ചലനം നിലച്ചത്. റൂമിലെ ചുവരിൽ പിൻ ചെയ്തിരുന്ന തൻവിയുടെയും തനിഷ്കയുടെയും കേസുമായി അതുമായി ബന്ധമുള്ള മറ്റുള്ളവരുടെയും ചിത്രങ്ങൾക്കൊപ്പം മേശവരിപ്പിൽ നിന്നും എടുത്ത ഫയലിൽ നിന്ന് 3 ചിത്രങ്ങൾ കൂടെ പിൻ ചെയ്തു നിർത്തി. ചുമരിൽ പിൻ ചെയ്തതിൽ നിന്ന് ലിയ തെരേസയുടെയും ഡോക്ടർ അനുരാഗിന്റെയും ചിത്രങ്ങൾ മെല്ലെ ഇളക്കി മാറ്റി ഏറ്റവും മുകളിലേക്ക് പിൻ ചെയ്തു. അതേസമയം സൂര്യയുടെ പേഴ്സണൽ സെൽ ശബ്ദിച്ചു. അജ്മൽ കോളിംഗ് എന്ന് കണ്ടതോടെ തന്റെ ജോലി തുടർന്നുകൊണ്ടവൾ മൊബൈൽ അറ്റൻഡ് ചെയ്തു. അതെടുത്ത് ചെവിയിലേക്ക് ചേർത്തു. ഐ എം ഹിയർ അജ്മൽ. പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? യെസ് മാം. എ ഗുഡ് ആൻഡ് ബാഡ് ന്യൂസ് ഫോർ യു. യാ, വാട്ട് ഈസ് ദി ബാഡ് ന്യൂസ് അജ്മൽ? അതാദ്യം പറയൂ. അതെനിക്ക് ട്രാൻസ്ഫർ ആണ് മാം. അവന്റെ മറുപടിയിൽ സൂര്യ ഒരു നിമിഷം തീർത്തും നിശബ്ദയായി പോയി. വാട്ട് വാസ് ദി നെക്സ്റ്റ്? നിരാശ നിറഞ്ഞ സ്വരത്തിൽ സൂര്യ ചോദിച്ചു. തൻവിയുടെ കോളേജ് മേറ്റായി 3 പെൺകുട്ടികൾ കൂടെ മിസ്സിംഗ് ആണ് മാം. അവരെല്ലാം ഡിവോഴ്സ്ഡ് അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആകാൻ പോകുന്നവരാണ് എന്നുള്ളതാണ് ലീഡ് പോയിന്റ്. ആൻഡ് മൂവരുടെയും ബാക്ക്ഗ്രൗണ്ട് അത്ര നല്ലതല്ല. ഓക്കെ. അജ്മലിന് എങ്ങോട്ടാണ് ട്രാൻസ്ഫർ? തൃശ്ശൂർക്കാണ്. എന്നാൽ ഇതെന്താണ് ഒരു മുന്നറിയിപ്പില്ലാതെ ഒരു ട്രാൻസ്ഫർ? ഇന്ന് മോർണിംഗ് ആണ് മെയിൽ വന്നത്. ഒരു 5 അംഗ ടീമിനെ അറേഞ്ച് ചെയ്യുന്നുണ്ടെന്നാണ് മുകളിൽ നിന്നുള്ള ഇൻഫർമേഷൻ. ഹെഡ് മാം തന്നെയാകും. മാഡത്തിന് മെയിൽ വന്ന് കാണണം. ഏതായാലും ആ പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് ഞാൻ മെയിൽ ചെയ്തേക്കാം. മറുതലയ്ക്കൽ ബീപ് ശബ്ദം മുഴങ്ങിയതും സൂര്യ തന്റെ കണ്ണുകളെ വീണ്ടും ചുമലിലേക്ക് പതിപ്പിച്ചു. അതിലെ ചിത്രം കണ്ട് അവളുടെ മിഴികൾ ഒന്ന് തിളങ്ങി. പുതുതായി ചേർക്കപ്പെട്ട ചിത്രങ്ങളിലേക്ക് അവൾ സ്പർശിച്ചു. തൻവിയുടെ അച്ഛൻ, ഭർത്താവ്, സഹോദരൻ. തൽക്കാലം നിങ്ങളും എന്റെ ബ്ലാക്ക് ലിസ്റ്റിലാണ്. ലെറ്റ് സി ആർക്കൊക്കെ ഗുഡ് ഷീറ്റ് വീഴുമെന്നുള്ളത്. സൂര്യ ഒരു ഗൂഢസ്മിതത്തിൽ പുഞ്ചിരിച്ചു. ഒരു രാത്രി തളർച്ചയോടെ ആ മണ്ണിൽ കിടന്നുപോയെങ്കിൽ പോലും ഉറക്കം തക്കുവിനോട് എന്നേ പിണക്കം ഭാവിച്ചിരുന്നു. തക്കുവിനുള്ളിൽ ആദ്യമായി അയാളെ കണ്ട ഓർമ്മകൾ അലയടിച്ചു. അയാളുടെ വരവോടെ മാറിപ്പോയ തന്റെ ജീവിതം. പരസ്പരം പോരുകോഴി കണക്കെ കൊത്തുകൂടിയ ഡാഡിയും മമ്മിയും. അന്നും അതിന്റെ കാരണം അവർക്ക് അന്യമായിരുന്നു. ഒരു 8ാം ക്ലാസ്സുകാരിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനപ്പുറം ആ വഴക്കുകളിൽ എന്തോ ഉണ്ടായിരുന്നു. പക്ഷേ ഈ നിമിഷം മനസ്സിലാകുന്നു. അയാൾ സൃഷ്ടിച്ചെടുത്ത കഥയിലെ വെറും അഭിനേതാക്കൾ കണക്കെ ഒന്നും അറിയാതെ തമ്മിൽ തല്ലുകയായിരുന്നു മമ്മി. അയാൾക്ക് ഇതുകൊണ്ടുള്ള നേട്ടം എന്തായിരിക്കും? ആ ചിന്തയിൽ കണ്ണുകൾ മേലെ ആകാശത്തിലേക്ക് പോയ നേരം ആരുടെയോ ആർത്തനാദം അവളുടെ കാതിൽ പതിച്ചു. ഒരു നിമിഷം പോലും പാഴാക്കാതെ അമ്മ എന്നൊരു ഗദ്ഗതം അവളുടെ തൊണ്ടക്കുഴിയിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയാത്ത വിധം കൂച്ചുവിലങ്ങിട്ടു. തനിക്ക് ചുറ്റുമുള്ള ഇരുട്ടിൽ എവിടെയോ അമ്മയുണ്ടെന്ന് അറിഞ്ഞതിന്റെ നേരിയൊരു പ്രതീക്ഷ അസ്തമിക്കാതെ അവളിൽ അപ്പോഴും ഒരു നെരിപ്പോട് കണക്കെ എരിഞ്ഞു. അതേസമയം സിറ്റിയിലെ മറ്റൊരിടത്ത് ഒരാൾ രൂപം വലിയൊരു ഭാണ്ഡം പുഴയിൽ ഉപേക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. നൈറ്റ് പെട്രോളിംഗ് നിന്നിരുന്ന പിങ്ക് പോലീസിലെ ലേഡി ഓഫീസറുടെ കണ്ണിൽ ആ കാഴ്ച പതിഞ്ഞ നിമിഷം തന്നെ കീഴുദ്യോഗസ്ഥർക്ക് അയാളെ കീഴ്പ്പെടുത്താൻ അവരുടെ നിർദ്ദേശം ലഭിച്ചു. മൊബൈലിലെ റിംഗ് ടോൺ അലോത്സരപ്പെടുത്തിയതും സൂര്യ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. അടഞ്ഞിരുന്ന കണ്ണുകളെ അങ്ങനെ തന്നെ വെച്ചെഴുന്നേറ്റിരുന്നു. ഒരു നിമിഷത്തിന് ശേഷം മെല്ലെ കണ്ണു തുറന്ന് മൊബൈൽ സൈഡ് ടേബിളിൽ നിന്ന് കൈയെത്തിച്ചെടുത്തു. യെസ്, സൂര്യ സ്പീക്കിംഗ്. വാട്ട്? അവളുടെ അവിശ്വസനീയമായ ശബ്ദം ആ മുറിയിൽ ഒരു വട്ടം പ്രതിധ്വനിച്ചു. എന്നിട്ട് ആളെ തിരിച്ചറിഞ്ഞു ആൻസി. ദാ ഞാനിങ്ങോട്ട് ഇറങ്ങുന്നു. ഒരു ഹാഫ് ആൻഡ് അവർ ഞാനെത്തും. വേണ്ട വേണ്ട, മീഡിയ ഇപ്പോൾ അറിയിക്കരുത്. ഞാൻ എത്തിയിട്ട് പറയുന്നതാ വേണ്ടതെന്ന്. ആ കോൾ ഡിസ്കണക്റ്റ് ആയതും സൂര്യ അജ്മലിന്റെ നമ്പർ ഡയൽ ചെയ്തു. അടുത്ത നിമിഷം ചിന്തിച്ചിട്ട് IG സക്രിയ എന്ന നമ്പറിലേക്ക് കോൾ ചെയ്തു. അദ്ദേഹത്തെ വിവരം ധരിപ്പിച്ചു. സർ, ACP സൂര്യ. സർ, മറ്റൊരു വാർത്ത കൂടിയുണ്ട്. ഇന്ന് കായലിൽ നിന്നും ബോഡി ലഭിച്ച ആദില എന്ന പെൺകുട്ടിയുടെ അമ്മയുടെ ബോഡി
ആരോ ഉപേക്ഷിക്കാൻ ശ്രമിച്ചു. ആളെ കൈയോടെ പിടികൂടിയിട്ടുണ്ട്. ഞാൻ സ്പോട്ടിലേക്ക് പോവാണ്. അതിനു മുമ്പ് സാറിനെ ഒന്ന് ഇൻഫോം ചെയ്തു എന്നേ ഉള്ളൂ. സൂര്യ ഫ്രഷായി ഡ്രസ് ചേഞ്ച് ചെയ്ത് വീടിന് പുറത്തിറങ്ങി. ഡ്രൈവറെ വിളിച്ച് കാർ എടുപ്പിക്കുമ്പോഴേക്കും വീണ്ടും IG ഓഫീസിൽ നിന്ന് അവൾക്കായി ഒരു കോൾ വന്നു. സൂര്യ, താൻ ആ സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡായിരിക്കുന്ന ന്യൂസ് ഒന്ന് നോക്കിക്കേ. തന്നോട് ഈ ന്യൂസ് തൽക്കാലം പുറത്തുവിടരുതെന്ന് കർശന നിർദ്ദേശം തന്നിരുന്നതല്ലേ? ബട്ട് സാർ, ഞാനിതുവരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഏതായാലും പ്രസ് മീറ്റിംഗ് വയ്ക്കണം എന്നായിരുന്നല്ലോ തൻ്റെ ആഗ്രഹം. അതേതായാലും നടക്കുന്ന ലക്ഷ്യമാണ് കാണുന്നത്. സർ, കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞാൽ കൊള്ളായിരുന്നു. സൂര്യ IG തൻ്റെ ക്ഷമയുടെ അതിർവരമ്പുകൾ കടന്ന് എന്ന് തോന്നിയ നിമിഷം ദേഷ്യം കടിച്ചു പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഇനി പറയാൻ എന്തിരിക്കുന്നു? ഒക്കെ ഒപ്പിച്ചു വെച്ചതും പോരാ, ആ കേരള പോലീസ് FB പേജ് ഒന്ന് നോക്കണം. സർ, എങ്കിൽ ദയവായി കോളൊന്ന് ഡിസ്കണക്ട് ചെയ്യാമോ? സൂര്യ അതീവ ഭവ്യതയോടെ ചോദിച്ചു. വാട്ട്? ഒന്ന് വെച്ചിട്ട് പോകാമോ എന്ന്. കാര്യം പറയാതെ സാറിൻ്റെ ഘോര പ്രസംഗം ശ്രവിച്ചേക്കാൻ അല്പം ദണ്ണുണ്ടോ എന്ന് കൂട്ടിക്കോളൂ സർ. ഐ ആം വെരി സോറി. ഐ ആം ലിറ്റിൽ ബിസി നൗ. ദേഷ്യത്തിൽ കോള് കട്ട് ചെയ്തുകൊണ്ട് കേരള പോലീസ് FB പേജ് എടുക്കുമ്പോൾ ലൈവായിട്ട് ഒരു വീഡിയോ സ്ട്രീം ചെയ്യുന്നുണ്ട്. ഒരു പോളിത്തീൻ ബ്ലാക്ക് കളർ കവറിൽ ഒരു സ്ത്രീയുടെ ശരീരം ഉപേക്ഷിക്കാൻ ശ്രമിച്ച യുവാവിനെ സാഹസികമായി പിടികൂടി SI ആൻസി ചെറിയാൻ. ഇതോടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിച്ചിട്ട് പിടികിട്ടാത്ത തൻവി തനുഷ്ക കേസിന് കൂടെ തുമ്പു ലഭിച്ചിരിക്കുകയാണ്. ഇയാളാണ് അജ്ഞാതനായ കിഡ്നാപ്പ്. ശേഷം സ്ക്രീനിൽ തെളിഞ്ഞ രൂപം കണ്ട് സൂര്യയുടെ മുഷ്ടി താനേ ചുരുണ്ടു. കൈ ചുരുട്ടി കാറിലെ ബോണറ്റിലിടിച്ചുകൊണ്ട് ആലുവയിലേക്ക് പോകാൻ ഡ്രൈവർക്ക് അവൾ നിർദ്ദേശം നൽകി. സൂര്യ ആലുവ പുഴയുടെ സമീപത്തേക്ക് എത്തുമ്പോഴേക്കും അവിടെ മാധ്യമങ്ങൾ വളഞ്ഞിരുന്നു. ഒത്ത നടുവിൽ ഏതോ സൂപ്പർ താരം കണക്കെ SI ആൻസി. മാധ്യമങ്ങളുടെ ഏതോ ചോദ്യത്തിന് മറുപടി പറഞ്ഞു കഴിഞ്ഞ നിമിഷം കണ്ണുകൾ ഉയർത്തി അവർ കാണുന്നത് അല്പം അകലെ തന്നെ നോക്കുന്ന ഇരുകൈകളും പിടച്ച് നെഞ്ചിൽ ചേർത്ത് അവരെ തന്നെ വീക്ഷിക്കുന്ന ACP. ഒരു പതർച്ചയോടെ അവർ താഴേക്ക് ദൃഷ്ടികൾ പതിപ്പിച്ച നിമിഷം എന്താണ് നടന്നതെന്ന് സൂര്യയ്ക്കും ബോധ്യായി. സെല്ലെടുത്ത് അവൾ കാതോട് ചേർത്തു. ആ നേരം തന്നെ ആൻസിയുടെ മൊബൈൽ ശബ്ദിച്ചു. നിങ്ങളുടെ ഷോ ഓഫ് കഴിഞ്ഞെങ്കിൽ മാത്രം ഐ വാണ്ട് ടു മീറ്റ് ദാറ്റ് മാൻ. അതല്ല, ഇനിയുണ്ടെന്ന് പറഞ്ഞാൽ മതി. ഐ വിൽ വെയിറ്റ് ഫോർ യു. അത്രമാത്രം പറഞ്ഞ നേരം കൊണ്ട് തനിക്ക് ചുറ്റും വളഞ്ഞിരുന്ന മാധ്യമപ്പടയെ ആട്ടും പ്രകാരം അകറ്റിമാറ്റിയ ആൻസി സൂര്യയ്ക്ക് മുന്നിൽ വന്നു നിന്ന് സല്യൂട്ട് ചെയ്തു നിന്നു. അവർക്ക് പിന്നാലെ തന്നെ അരികിലെത്തിയ മാധ്യമങ്ങളുടെ പരിഹാസം നിറഞ്ഞ ചോദ്യങ്ങളെ വകറ്റുമാറ്റി അവർ പോലീസ് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്ന ആൾക്കടുത്തേക്ക് നടന്നു. ആലുവ സ്റ്റേഷനിലെ ഇരുണ്ട സെല്ലിൽ ഒരു മൂലയിൽ മുട്ടുകാലിൽ തലതാങ്ങിയിരുന്ന അയാളുടെ രൂപം കണ്ട് സൂര്യ അതിനകത്തേക്ക് പ്രവേശിച്ചു. പിന്നാലെ വന്ന ആൻസിയെ ഒരു രൂക്ഷമായ നോട്ടത്താൽ നിയന്ത്രിച്ചു നിർത്താൻ അവൾക്ക് കഴിഞ്ഞു. അകത്തേക്ക് കയറി അവിടെ ചുരുണ്ടിരിക്കുന്ന രൂപത്തിന്റെ ചുമലിൽ സൂര്യ ഒന്ന് തട്ടി. വിഷ്ണു, എഴുന്നേക്കടോ. ACPയുടെ ആദ്യത്തെ വിളിയിൽ സഹതാപവും പിന്നീട് ആജ്ഞയും തെളിഞ്ഞു നിന്നിരുന്നു. വിഷ്ണു ഒരു വേള അവളെ തലയുയർത്തി നോക്കി. എഴുന്നേറ്റ് നിന്നു. പക്ഷെ അതിന് കഴിയാത്ത വിധം അവൻ തളർന്നു പോകുന്നുണ്ടായിരുന്നു. രൂക്ഷമായ മദ്യഗന്ധം അവനിൽ നിന്ന് വമിച്ചതും സൂര്യൻ നെറ്റിച്ചുളിച്ച് ഒരു കൈ പുറം കൊണ്ട് മുഖം മറച്ചു. പെടുത്തി അല്ലേടോ. തന്നെ ആദ്യമായി മീറ്റ് ചെയ്തപ്പോഴേ ഞാൻ കണ്ടിരുന്നു തൻ്റെ കണ്ണുകളിൽ ഭയം, അല്ലെങ്കിൽ ഒരു തരം വിഭ്രാന്തി, കുറ്റബോധം. അതല്ലെങ്കിലും വേണമല്ലോ. കൊളീഗിനെ സഹയാത്രികയാക്കാൻ ഒരു മോഹം തോന്നി അവൾ അതിനെ എതിർക്കുന്നു. അന്നേ തോന്നിയ വൈരാഗ്യം ഉള്ളിലൊതുക്കി നീയൊരു അവസരത്തിനായി കാത്തു. ശത്രുവിന്റെ ശത്രു മിത്രമെന്ന പോലെ അയാൾക്കൊപ്പം ചേർന്ന് തൻവിയെ അതിവിദഗ്ധമായി കുടുക്കി. പക്ഷെ നിന്നെയും അവൻ കുരുക്കുമെന്ന് നീ അറിയാൻ അല്പം വൈകി, അല്ലേ വിഷ്ണു? ആരാണ് അയാൾ? തൻവി മിസ്സിംഗ് ആയ ദിവസം രാത്രിയിൽ നീ എന്തിനവിടേക്ക് പോയി? എങ്ങനെയാണ് അയാളെ നീ സഹായിച്ചത്? ഈ നിമിഷമെങ്കിലും നീ വാതുറന്നാൽ നിനക്ക് രക്ഷയുണ്ട്. ഇല്ലെങ്കിൽ ചെയ്യാത്ത തെറ്റിന് അനുഭവിക്കേണ്ടി വരും. കൊലപാതകമാണ് ഒഫൻസ്. അത്രയൊക്കെ പറഞ്ഞിട്ടും കണ്ണിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന കണ്ണീർ തുള്ളികളല്ലാതെ മറ്റൊരു മറുപടിയും ഇല്ലാതെയായപ്പോൾ സൂര്യ അവന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് മദലിനോട് ചേർത്തു. നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? നിന്റെയൊക്കെ പ്രതികാരം മൂലം എത്ര പെൺകുട്ടിയുടെ ജീവനാണ് ആപത്തെന്നറിയാമോ? നിറഞ്ഞ കണ്ണുകളോടെ പോക്കറ്റിൽ നിന്നും വിഷ്ണു ഒരു പേപ്പർ എടുത്തവൾക്ക് നേരെ നീട്ടി. അടക്കാനാവാത്ത കോപത്തിൽ അവളുടെ ചെന്നിഞ്ഞരമ്പുകൾ വീർത്തു നിന്നു. വെറുമൊരു ബ്ലാങ്ക് പേപ്പർ ആയിരുന്നു അത്. അവളത് ചുരുട്ടിയെറിയ മുന്നേ വിഷ്ണു ആ കൈയിലേക്ക് കടന്നു പിടിച്ചുകൊണ്ട് തല നിഷേധാർത്ഥത്തിൽ അരുത് എന്ന് പറയും വിധം ചലിപ്പിച്ചു. സൂര്യൊന്നും മനസ്സിലാവാതെ ആ പേപ്പറിലേക്ക് കണ്ണു പതിപ്പിച്ചു. പേപ്പറിന്റെ നാലാഗ്രത്തിൽ ഒന്ന് മുറിച്ചു മാറ്റിയ നിലയിലാണ്. ഓരോ ആഗ്രത്തെയും ഓരോ ആൽഫബറ്റ് കൊണ്ട് എഴുതിയിരിക്കുന്നു. ഒന്ന് T, മറ്റൊന്ന് A. ആ ആഗ്രയാണ് മുറിച്ചിരിക്കുന്നത്. അടുത്തത് യഥാക്രമം S, പിന്നെ M. അങ്ങനെയാണ്. അതിൽ S എന്നതിന് നേരെ റെഡ് മാർക്ക് അതീവ സൂക്ഷ്മതയിൽ നിരീക്ഷിച്ചാൽ മാത്രം തിരിച്ചറിയുന്ന രീതിയിലാണ് ആ റെഡ് പേപ്പറിൽ ലെറ്റേഴ്സ് കുറിച്ചിരിക്കുന്നത്. പെട്ടെന്ന് സൂര്യയിൽ എന്തോ ഒന്ന് കത്തി. നിന്റെ നാവിനെന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിന് അവൻ നാക്ക് വെളിയിലേക്കിട്ടു. സൂര്യപ്പെടുന്നതിനെ കണ്ണുകളടച്ചു. നാവ് നെടുകെ പിളർന്നിരിക്കുന്നു. കൊലയാളിയുടെ അടുത്ത നീക്കം എങ്ങനെ പ്രതിരോധിക്കുമെന്ന ചിന്തയോടെ സൂര്യ സെല്ലിന് പുറത്തേക്കിറങ്ങി.
പുറത്ത് ഭയത്തോടെ നിൽക്കുന്ന ആൻസിക്ക് അരികിലേക്ക് നടന്നു. നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഞാൻ വരും വരെ മീഡിയയെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുതെന്ന്. അത് മാഡം ഒരബദ്ധം. ഏതായാലും അത് തന്നെയല്ലേ കിഡ്നാപ്പ് ചെയ്തു കൊല്ലുന്ന ആ നരാധമൻ. ആൻസി ആദ്യത്തെ വാചകം അല്പം ചമ്മലോടെയും അടുത്തത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ചോദിച്ചത്. ആണോ? അങ്ങനെയെങ്കിൽ ഇനി ആ തൻവിയെയും ഇതുവരെ കണ്ടെത്താനുള്ള അവരുടെ മകളെയും സുഹൃത്തുക്കളെയും ആൻസി കണ്ടെത്തും അല്ലേ? അത് നമുക്ക് ഇയാളെ കൊണ്ട് പറയിപ്പിച്ചൂടെ മാഡം? സെല്ലിലേക്ക് ചൂണ്ടിക്കൊണ്ട് ആൻസി ചോദിച്ചു. നാവില്ലാത്ത അയാളെ കൊണ്ട് ആൻസി സത്യം പറയിപ്പിക്കൂ. ചെല്ല്, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. വാട്ട്? നാവില്ലേ? അത് ഞാൻ അറിഞ്ഞില്ല മാഡം. ആൻസി വാപിളർന്ന് നിന്നുപോയി. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. ചുമ്മാ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള മീഡിയക്കാർക്ക് മുന്നിൽ തള്ളിയതല്ലേ, വേഗം കണ്ടുപിടിച്ചു കൊടുക്കാൻ നോക്ക്. കുറേ യൂസ്ലെസ് ഫെല്ലോ ഉണ്ട് ഡിപ്പാർട്ട്മെന്റിൽ. ഛേ മാം, പക്ഷേ എനിക്ക് വന്ന മെസ്സേജ് ഇതാ നോക്കിക്കേ. ആൻസിക്ക് വന്ന മെസ്സേജ് കാണി സൂര്യയിൽ അകാരണമായൊരു ഭയം നിഴലിച്ചു. അതിനർത്ഥം നിയമത്തോട് യാതൊരു ഭയവുമില്ലാത്തൊരുവനാണ് ഇതിന് പിന്നിലെന്നല്ലേ? ഇനിയും കൊലപാതകം തുടർക്കഥകളാകുമെന്നല്ലേ? ആൻസിക്ക് തിളങ്ങാൻ ഒരു സുവർണ അവസരം കേരള പോലീസിലെ ഉന്നതർ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും കിട്ടാത്ത കിഡ്നാപ്പറാണ് നിങ്ങളുടെ കയ്യിൽ ഒടുങ്ങിയിരിക്കുന്നത്. ഇനി എന്ത് വേണം എന്നറിയാവുന്ന ബുദ്ധിയുള്ള പെൺപുലിയാണ് ആൻസി ജേക്കബ്. എനിക്കറിയാതെ. ഗോ എ ഹെഡ് മിസ് ആൻസി. മെസ്സേജ് ഒരു വട്ടം കൂടി വായിച്ചു നോക്കിയിട്ട് നമ്പറിനായി തിരഞ്ഞു സൂര്യ. അതൊരു FB മെസ്സേജ് ആണെന്ന് മനസ്സിലായതും ID കണ്ടുപിടിക്കാനുള്ള ശ്രമമായിരുന്നു പിന്നീട്. മരിച്ച പെൺകുട്ടിയുടെ അക്കൗണ്ടാണ് അതെന്ന് കണ്ടതും ആ ശ്രമവും പരാജയപ്പെട്ടു എന്ന് വ്യക്തമായി. അയാൾക്ക് പോലീസിന് ഭയമല്ല, അതിനാലല്ല പിടിതരാത്തത്. അയാളുടെ ലക്ഷ്യത്തിലെത്താൻ പോലീസുമായി ഒരു ടോം ആൻഡ് ജെറി പ്ലേ നടത്തുകയാണ് എന്നുറപ്പായി സൂര്യയ്ക്ക്. പക്ഷെ അപ്പോഴും മറ്റൊരു ചോദ്യം ഉയർന്നു നിൽക്കുന്നു. തൻവിയുടെയും കുഞ്ഞിന്റെയും അപൂർണമായ വിവരം ഇരുവരും ജീവനോടെ ഉണ്ടോ? അതോ? അപ്പോഴാണ് കയ്യിലിരുന്ന റെഡ് പേപ്പറിന്റെ ഓർമ്മ അവൾക്ക് പോയത്. അതിൽ T എന്നത് മുറിച്ചു മാറ്റിയിട്ടില്ല. അതിനർത്ഥം ദേ ആർ എലൈവ് എന്നല്ലേ? അവിടെ നിന്നിട്ടും വലിയ പ്രയോജനമില്ല എന്ന് തോന്നിയതുകൊണ്ട് സൂര്യ അവിടുന്ന് ആലോചനയോടെ പുറത്തേക്കിറങ്ങി. മാഡം, ഞാൻ എന്നൊരു ചോദ്യത്തിൽ പിന്നാലെ ആൻസിയും. അത് കേട്ടതോടെ സൂര്യ ഒന്ന് നിന്നു. ആൻസിയുടെ കിരീടത്തിലെ പൊൻതൂവൽ എന്നല്ലേ മീഡിയ എഴുന്നള്ളിച്ചിരിക്കുന്നേ? അത് വെറും കോഴിപ്പപ്പാകാതെ ഈ പിടിച്ചിട്ടിരിക്കുന്നവൻ വെറും ഡെമോ ആണെന്ന് പറയാൻ നോക്ക്. അല്ലെങ്കിൽ തൊപ്പി പോകുന്ന വഴി കാണില്ല. അവൾ പിന്തിരിഞ്ഞു വന്ന് ആൻസിയോട് പറഞ്ഞുകൊണ്ട് വേഗത്തിൽ പുറത്തേക്ക് നടന്നു. പുറത്ത് മീഡിയ അവൾക്കായി കാത്തിരിക്കുകയായിരുന്നു. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥയെ ഏറെ നിർത്താനുള്ള ചാൻസ് ഉപയോഗപ്പെടുത്താനുള്ള പരിശ്രമത്തിലായിരുന്നു ഏവരും. എന്താണ് മാഡം, പ്രതി അത് തന്നെയല്ലേ? തെളിവുകളും സാക്ഷികളും വരെ ഉണ്ടല്ലോ. പ്രതി കസ്റ്റഡിയിലായും കഴിഞ്ഞു. പ്രതിയെ പിടികൂടിയ SI ആൻസി തന്നെ നിങ്ങളോടെല്ലാം വ്യക്തമാക്കും. അതുവരെയും ക്ഷമയോടെ കാത്തുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ വിശദീകരണം കൊടുക്കാതെ അവരെ വകഞ്ഞു മാറ്റി മുന്നോട്ട് നടന്നു. കാറിനരികെ ചെന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കവേ അവർക്ക് മുന്നിൽ തലകുനിച്ച് ഉത്തരങ്ങൾ നഷ്ടമായവളെ പോലെ ആൻസി നിൽക്കുന്നത് ആ രാത്രിയിലും ചുറ്റിലുമുള്ള ഫ്ലാഷ് ലൈറ്റ് പ്രകാശത്തിൽ അവൾക്ക് കാണാമായിരുന്നു. പോലീസിന്റെ മുഖം രക്ഷിക്കാൻ വിഷ്ണുവിനെ പ്രതിയാക്കുമെന്നുള്ളത് സൂര്യക്ക് ഉറപ്പുണ്ടായിരുന്നു. തെളിവുകൾ വിഷ്ണുവിനെതിരെ തന്നെയാണ്. ആദ്യ കാഴ്ചയിൽ തന്നെ സ്കൈലൈൻ അപ്പാർട്ട്മെന്റിൽ നിന്നും കേസിൽ വിഷ്ണുവിനുള്ള പങ്ക് തെളിഞ്ഞതാണ്. പക്ഷേ വിഷ്ണുവിനെ നിരീക്ഷിച്ചിട്ടും മറ്റൊരാളുമായും കോണ്ടാക്ട് ചെയ്യുന്നില്ല എന്നത് വ്യക്തമായി. പിടിതരാതെ അവരെന്നെ മുന്നിൽ നിർത്തി കളിക്കുന്ന കൊലയാളി സമർത്ഥനാണ്. മുന്നിലേക്ക് ഇരയിട്ട് നൽകി കബളിപ്പിക്കുന്നവൻ. പലവിധ ചിന്തകളാൽ കാറിനടുത്തേക്ക് വന്ന സൂര്യയും കാത്ത് ഒരു പേപ്പറുമായി ഡ്രൈവർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മെസ്സേജ് നമ്പർ 2, യുവർ കൗണ്ട് ഓൺ സ്റ്റാർട്ട് നൗ എന്ന് പ്രിന്റ് ചെയ്തൊരു പേപ്പറായിരുന്നു അത്. സൂര്യയുടെ കണ്ണുകൾ ആ നിമിഷം അത് വായിക്കുകയാണെന്ന വ്യാജേന തന്നെ ചുറ്റിലും ഒന്ന് കണ്ണോടിച്ചു. കുറച്ചു ദൂരെ പ്രസവന വാഹനത്തിനടുത്ത് ചുറ്റി നിൽക്കുന്നവരിൽ ഒരാളുടെ കണ്ണിൽ കണ്ട പരിഭ്രമം എന്തുകൊണ്ടോ സൂര്യയിൽ ഒരു സംശയം ജനിപ്പിച്ചു. ഞൊടിയിടയിൽ അയാൾക്കരികിൽ എത്തുമ്പോഴേക്കും ആ പയ്യൻ കണ്ണീരോടെ അവളെ നോക്കി കൈകൂപ്പി. എന്നോട് ക്ഷമിക്കണം മാഡം, എന്നെ ഭീഷണിപ്പെടുത്തി ചെയ്യിപ്പിച്ചതാണ്. കാണാതായിരിക്കുന്നവരിൽ സന്ധ്യ സുരേഷ് എൻ്റെ സിസ്റ്ററാണ്, മകൾ സകൃതി. ഇത് ചെയ്താൽ അവളെയും മകളെയും വെറുതെ വിടാമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് മാഡം. സൂര്യയുടെ കാലിലേക്ക് ഊർന്നിരുന്ന് പൊട്ടിക്കരയുന്ന ആ പയ്യനെ അവൾ അവന്റെ ഒരു കൈയിൽ പിടിച്ചുയർത്തി എഴുന്നേൽപ്പിച്ചു നിർത്തി. നീ മീഡിയയിൽ കയറിയിട്ട് കുറച്ചായുള്ളൂ. ഇതിനൊന്നും പേടിക്കരുത്, നല്ല ബോൾഡായിട്ട് നിൽക്കണം. നിന്റെ പെങ്ങള് മാത്രമല്ല, വേറെ 2 പെൺകുട്ടികൾ കൂടെയുണ്ട്, അവരുടെ കുട്ടികളും. നിന്റെ സിസ്റ്റർ വീട്ടിലായിരുന്നില്ലേ താമസം? അവനെ ആശ്വസിപ്പിക്കുന്നതിനിടയിൽ അങ്ങനെയൊരു ചോദ്യം വന്നതും അവനൊന്ന് ഞെട്ടി. സൂര്യ അവന്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്ന ടാഗ് മെല്ലെ വലിച്ചു. സന്ദീപ് കൃഷ്ണ, ന്യൂസ് ടുഡേ. പറയ് സന്ദീപേ, പെങ്ങള് വീട് വിട്ടു പോയതെന്തിനാ? സൂര്യ ഒരു പുരികമുയർത്തി ചോദിച്ചതും അവൻ വീണ്ടും പതറി. എന്നാ ഞാൻ പറയട്ടെ സന്ദീപേ, കള്ളും കഞ്ചാവുമായി നടക്കുന്ന നീ സ്വന്തം മകളെ പോലെ കാണേണ്ട പെങ്ങളുടെ മകളിൽ കാമത്തോടെ നോക്കി. ദാ ഈ കാണുന്ന ഭാഗത്ത് അന്ന് സന്ധ്യ തന്ന മുറിവ് ഉണങ്ങിയിട്ടില്ലല്ലോ, ഉണ്ടോ? പിന്നെ നിനക്കെപ്പോഴാ ന്യൂസ് ടുഡേ ജോലി കിട്ടി? നിന്റെ അഭിനയം കൊള്ളാം, ഒരു സ്റ്റേറ്റ് അവാർഡിനുള്ളതുണ്ട്. പക്ഷേ ഈ സൂര്യയോട് വേണ്ട.
നിന്റെ കണ്ണീർ പരമ്പര കേസിൽപ്പെട്ട കുറേ പേരെ കുറിച്ച് അരച്ചു കലക്കി കുടിച്ചിട്ട് തന്നെ ഞാൻ ഈ പണിക്കിറങ്ങി. പെങ്ങളെയും മോനെയും കൊല്ലാൻ കൊടുത്തിട്ട് എനിക്കിട്ട് ഉണ്ടാക്കാൻ നോക്കുന്നു. നിന്നെയൊക്കെ ഉണ്ടല്ലോ. സൂര്യദേഷ്യത്തിൽ അവന്റെ കാൽവിരലുകൾ ബൂട്ട്സ് അമർത്തി അവൻ വേദനയാൽ പുളഞ്ഞതും അവൾ പിടിച്ചിരുന്ന കൈ പിന്നിലേക്ക് പിടിച്ച് വളച്ചൊടിച്ചു. പറയടാ, എവിടെയാ അവൻ? എവിടെയാ ആ അമ്മയും മക്കളും? അറിയില്ല. വേണ്ട, അറിയില്ലെങ്കിൽ പറയണ്ട. നിന്നെ പോലെയുള്ള ഇന്റർ കണക്റ്റഡായ എത്ര സഹായികളുണ്ട് അവന്. ആ 4 പേരുമായും ഏതെങ്കിലും രീതിയിൽ റിലേഷനുള്ള ഓരോരുത്തർ വീതം 4 പേർ. അവന്റെ മറുപടി കിട്ടിയതും സൂര്യ വീണ്ടും പറഞ്ഞു തുടങ്ങി. ഇനിയൊരൊറ്റ ചോദ്യം കൂടി സന്ദീപ്, ഒരേയൊരു ചോദ്യം. നിന്റെയൊക്കെ മുകളിലുള്ളവന്റെ അറിവോടെ നിങ്ങളാണോ ഓരോരുത്തരെയും കൊല്ലുന്നത്? അതെ. അവന്റെ മറുപടി കേട്ടതും സൂര്യയിൽ മറ്റൊരു സംശയത്തിനു കൂടി ഉത്തരം ലഭിച്ചു. അവളുടെ ഓർമ്മകളിൽ തനിക്ക് മുന്നിൽ രക്തം കിരിഞ്ഞു വിറങ്ങലിച്ച് ശാരീരികമായി അബ്യൂസ് ചെയ്യപ്പെട്ട നിലയിൽ നഗ്നയായി കിടന്ന ആദില എന്ന പെൺകുട്ടി നിറഞ്ഞു നിന്നു. അവളുടെ ഓമനത്തമുള്ള മുഖവും ചോര കിരിഞ്ഞു കടിച്ചു മുറിക്കപ്പെട്ട മാറിടങ്ങളും സർജിക്കൽ ബ്ലേഡിനാൽ മുറിവാക്കപ്പെട്ട ശരീരവും. അടുത്ത നിമിഷം എന്തെന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ സൂര്യയുടെ ബൂട്ട്സ് ധരിച്ച കാലുകൾ അവന്റെ മേൽ വീണു. ശബ്ദം കേട്ട് ആൻസിക്കരികിൽ നിന്ന് മീഡിയ സൂര്യയെ വളഞ്ഞു. യാതൊരു സംശയവുമില്ലാതെ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് സന്ദീപിനെ ചൂണ്ടി സൂര്യ പറയുമ്പോൾ ഒന്ന് എതിർക്കാൻ പോലും കഴിയാത്ത വിധം അയാൾ നിലത്ത് കിടന്ന വേദനയാൽ പുളഞ്ഞു. അടുത്ത മണിക്കൂർ മുതൽ ചാനലുകളിലെ ബ്രേക്കിംഗ് ന്യൂസ് ACPക്കെതിരെ നടന്ന പീഡന ശ്രമവും അതിന്റെ പ്രതിരോധമായിരുന്നു. കൂടെ ടി കേസിലെ വഴിത്തിരിവും. നിരന്തരമായ ചാനൽ ചർച്ചകളിൽ റിപ്പോർട്ടേഴ്സ് സന്ദീപിന്റെ ജാതകം മുതൽ ആദ്യ പ്രണയവും ബസ് സ്റ്റോപ്പിലെ കോഴിത്തരവും അയൽക്കാരോടുള്ള സമീപനവും മുതൽ പെങ്ങളുടെ മകളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതുവരെ പൊടിപ്പും തൊങ്ങലും ചേർത്ത് നിരത്തി ചർച്ചകൾ പുരോഗമിപ്പിച്ച് TPR കൂട്ടാൻ ശ്രമിച്ചു. സൂര്യയ്ക്ക് അത് തന്നെയായിരുന്നു വേണ്ടത്. അവരുടെ ചർച്ചകൾ പുരോഗമിക്കവേ വിഷ്ണുവിനെ റിമാൻഡ് ചെയ്തു. അവന് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് പോലീസ് നന്നേ കുഴഞ്ഞുപോയി. അതേസമയം സൂര്യ തന്റെ കയ്യിലെ തെളിവുകൾ മീഡിയയ്ക്ക് മുന്നിൽ നിരത്തി. കൊല്ലപ്പെട്ട ആതിരയുടെ ശരീരത്തിൽ സന്ദീപിന്റെ ഫിംഗർ പ്രിന്റ്സ്. ആ കുട്ടിയുടെ നഖത്തിൽ നിന്ന് ലഭിച്ച തൊലിയുടെ ഭാഗം സന്ദീപിൻ്റേത് തന്നെയായിരുന്നു. മാത്രമല്ല ആദിലയുടെ അമ്മ അഫ്സയുടെ ശരീരത്തിൽ നിന്ന് ലഭിച്ച പ്രിന്റ്സും മാച്ചായിരുന്നു. അതോടെ മിസ്സിംഗ് കേസിലെ പ്രതികൾ രണ്ടാവുകയും സന്ദീപിനെയും പ്രതി ചേർത്ത് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. താൽക്കാലികമായി സൂര്യ അന്വേഷണത്തിൽ നിന്ന് മാറ്റി മറ്റൊരു 5-അംഗ ഗ്രൂപ്പിനെ ചുമതലയേൽപ്പിക്കാൻ തീരുമാനിച്ചിരുന്ന ഹോം മിനിസ്റ്റർ ആ ഒരൊറ്റ വാർത്തയിൽ കീഴ്മറഞ്ഞു. സൂര്യ നേതൃത്വം നൽകുന്ന 5-അംഗ ഗ്രൂപ്പിന് കേസ് അന്വേഷണം നൽകാൻ തീരുമാനമായി. ACP സൂര്യ എബ്രഹാം, ASI അശോക്, SI ആൻസി ജേക്കബ്, ASI ഷമീറ, പിന്നെ സൂര്യയുടെ പ്രത്യേക താല്പര്യം കണക്കിലെടുത്ത് SI ആൽവിൻ. തുടർ അന്വേഷണത്തിൽ നെക്സ്റ്റ് ടാർഗറ്റ് സന്ധ്യ എന്ന യുവതി എന്ന് മുൻകൂട്ടി അറിയിച്ച സ്ഥിതിക്ക് കരുതിയിരിക്കാൻ തന്നെ സംഘം തീരുമാനിച്ചു. തൻവി തലയിൽ കൈതാങ്ങി ഉണരുമ്പോൾ തനിക്ക് ചുറ്റിലും ഭയപ്പെടുത്തുന്ന ഇരുട്ടാണെന്നുള്ളത് അവൾ തിരിച്ചറിഞ്ഞു. കൈകാലുകൾക്ക് ഭാരം തോന്നിയപ്പോൾ വെറുതെ തൊട്ടുനോക്കി അവൾ ഞെട്ടിപ്പോയി. കയ്യിലും കാലിലും ഇരുമ്പു വളയങ്ങൾ. അവ ചങ്ങലയോട് ബന്ധിപ്പിച്ചിരിക്കുന്നു. അവളെ ബന്ധിച്ചിരിക്കുന്നു. പക്ഷേ എങ്ങനെ, താനെങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു? അവൾ ഒന്നൊന്നായി ഓർത്തെടുക്കാൻ ശ്രമിച്ചു. തക്കുവിനെ എവിടുന്നോ രക്ഷപ്പെടുത്തി പുറത്തേക്ക് അയച്ചിട്ട് താനും പിന്നാലെ ഓടി. പിന്നെ എന്താണ് നടന്നത്? എന്നോട് ഇങ്ങനെ ചെയ്യാനും മാത്രം എന്ത് ദ്രോഹമാണ് ഞാൻ ചെയ്തത്? ആൽബിന്റെ സംശയം മെയിൽ ഐഡികളിലായിരുന്നില്ല. ആ IP അഡ്രസ് അത് തൻവിയുടെ ഫാദർ സുബ്രഹ്മണ്യത്തിൻ്റെതല്ലേ എന്നുള്ളതായിരുന്നു. സൂര്യയുടെ അന്വേഷണത്തിൽ അത് ശരി തന്നെയെന്ന് കണ്ടെത്തുകയും ചെയ്തു. പക്ഷെ തൻവിയുടെ അപ്പയെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലായിരുന്നു. കാരണം അന്വേഷണത്തിൽ IP സ്പൂഫിംഗ് നടന്നിരിക്കുന്നു എന്ന് വ്യക്തമായി. അദ്ദേഹത്തിന്റെ മോഷണം പോയ ലാപ്ടോപ്പിലെ IP അഡ്രസ്സാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആരോ അറിഞ്ഞു കളിക്കുന്നു. പോലീസിന് മുന്നിൽ തെളിഞ്ഞു വന്ന വഴികൾ പോലും ഉപകാരമില്ലാത്തതുപോലെയായി. അതേസമയത്താണ് സൂര്യയ്ക്ക് അന്ന് തനിഷ്കയുടെ കൂട്ടുകാർ പറഞ്ഞ ആൽബിന്റെ കൂടെയുണ്ടായിരുന്നയാളെ ഓർമ്മ വരുന്നത്. അതിനെക്കുറിച്ച് ആൽബിനോട് ചോദ്യം ചെയ്യുന്ന നേരം ആൽബിൻ ഒരു വേള നിശബ്ദനായി. ഞാൻ എൻ്റെ ഫ്രണ്ടിനൊപ്പമാണ് കൂടുതലും മോളെ കാണാൻ പോയിട്ടുള്ളത്. മാഡം ആളെ അറിയും, അജു. ആൽബിൻ പറഞ്ഞു കഴിഞ്ഞ് സൂര്യ ഒരു വട്ടം കൂടി ആ കുട്ടികളുടെ വാക്കുകൾ ഓർത്തെടുത്തു. പപ്പയ്ക്കൊപ്പം വരുന്നയാളെ തക്കുവിന് പേടിയാണെന്ന് പലപ്പോഴും ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെന്ന്. ഒരുപക്ഷെ ശരിയാകാം ആ കുട്ടികൾ പറഞ്ഞത്. തനിഷ്കയ്ക്ക് അജ്മലിന്റെ പോലീസ് വേഷം കണ്ട് ഭയം തോന്നിയിരിക്കാം. സൂര്യയുടെ സംശയം ശരിവയ്ക്കും പോലെ ഊഹങ്ങൾക്ക് സാധ്യത നൽകും പോലെ ആൽബിന്റെ മറുപടി കേട്ട് സൂര്യ കൈയൊന്ന് ക്ലാപ്പ് ചെയ്ത് മറ്റുള്ളവരുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് ക്ഷണിച്ചു. പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിലെ കോൺഫറൻസ് ഹാൾ. അവിടെ മാധ്യമങ്ങളും സീനിയർ ഓഫീസർമാർ ഇരിക്കുന്നു. ACP സൂര്യ മൈക്കിന്റെ മുന്നിൽ നിൽക്കുന്നു. അവൾ ശാന്തമായി സംസാരിക്കാൻ തുടങ്ങി. ഈ കേസിന്റെ തുടക്കത്തിൽ നമ്മളെല്ലാവരും ഒരു ചോദ്യം ചോദിച്ചിരുന്നു. തൻവിയും തനിഷ്കയും എങ്ങനെയാണ് അപ്പാർട്ട്മെന്റിൽ നിന്ന് അപ്രത്യക്ഷമായത്? പോരാട്ടത്തിന്റെ അടയാളങ്ങളൊന്നും തന്നെയില്ല. CCTVയിൽ അവർ പുറത്തു പോകുന്നതും കാണുന്നില്ല. അവൾ ചെറിയൊരു പോസ് എടുത്തു. അതുകൊണ്ടാണ് ഈ കേസ് ഇത്രയും ദിവസം ഒരു രഹസ്യമായി നിന്നത്. കാരണം അവരുടെ വീട്ടിൽ അവൻ അതിഥിയായാണ് കയറിയത്.
ഹാളിലെല്ലാവരും നിശബ്ദരായി. എല്ലാവരും പരസ്പരം നോക്കി. ഈ കേസിന്റെ യഥാർത്ഥ തുടക്കം തൻവിയുടെ ഫ്ലാറ്റിലല്ല. അതിന് ചില ദിവസങ്ങൾക്ക് മുമ്പാണ് എല്ലാം തുടങ്ങിയത്. തൻവിക്ക് ഒരു അടുത്ത സുഹൃത്തുണ്ടായിരുന്നു. അവളൊരു ജേർണലിസ്റ്റ് ആയിരുന്നു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കൊച്ചിയിൽ ചില പെൺകുട്ടികൾ കാണാതാവുന്ന കേസുകൾ അവൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അവൾക്കൊരു അനോണിമസ് ടിപ്പ് കിട്ടി. നഗരത്തിന് പുറത്തുള്ള ഒരു ഗോഡൌണിൽ അനധികൃത പ്രവർത്തനങ്ങൾ നടക്കുന്നു. ആ ദിവസം തൻവിയുടെ ഫ്രണ്ട് അവിടെ പോകാൻ തീരുമാനിച്ചു. പക്ഷെ രാത്രിയേറെ വൈകിയതിനാൽ അവൾ ഒറ്റയ്ക്ക് പോകാൻ ഭയപ്പെട്ടു. അതിനാൽ അവൾ തൻവിയെ കൂടെ വിളിച്ചു. അന്ന് രാത്രി അവർ ഗോഡൌണിന് സമീപമെത്തി. അവിടെ വലിയ ട്രക്ക് വരികയും പോവുകയും ചെയ്തു. ഫ്രണ്ട് തൻവിയുടെ മൊബൈലിലായിരുന്നു വീഡിയോ റെക്കോർഡ് ചെയ്തത്. കാരണം ഫ്രണ്ടിന്റെ ഫോൺ ആ സമയം ഹാങ്ങായി. ഫ്രണ്ടിന്റെ കണ്ണിൽപ്പെട്ടത് സ്വർണം നിറച്ച ബാഗുകൾ, ഡ്രഗ് പാക്കറ്റുകൾ, ചില ആളുകൾ ചരക്കുകൾ ഇറക്കുന്നത്. സൂര്യ ചെറിയൊരു ഇടവേള എടുത്തു. തൻവി ആ വീഡിയോ മുഴുവൻ കണ്ടിരുന്നില്ല. വീട്ടിലെത്തിയ ശേഷം വീഡിയോ ലാപ്ടോപ്പിൽ സേവ് ചെയ്തു. അത് പിന്നീട് തന്റെ സുഹൃത്തിന് അയക്കാനായിരുന്നു അവളുടെ തീരുമാനം. അപ്പോഴാണ് അജ്മലിന്റെ വരവ്. തൻവിയും ഭർത്താവ് ആൽവിനും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി എല്ലാവർക്കും അറിയാം. ആ പ്രശ്നം ഒന്ന് സംസാരിച്ച് തീർക്കാനാണ് മധ്യസ്ഥനായി അജ്മൽ അവിടെ എത്തിയത്. അത് സത്യമായിരുന്നു. പക്ഷേ ആ ഒരു നിമിഷം കൊണ്ടാണ് എല്ലാം മാറി മറിഞ്ഞത്. സൂര്യ ശാന്തമായി പറഞ്ഞു. ചെറിയൊരു കൗതുകം ഒരു വലിയ കുറ്റകൃത്യം വെളിപ്പെടുത്തി. തൻവി അടുക്കളയിലേക്ക് കുറച്ച് വെള്ളമെടുക്കാൻ പോയ സമയത്താണ് അജ്മൽ ലാപ്ടോപ്പിൽ ആ വീഡിയോ കണ്ടത്. അവിചാരിതമായി കണ്ട ആ വീഡിയോ അവന് പെട്ടെന്ന് മനസ്സിലായി. പക്ഷെ അവൻ കരുതി തൻവി നോസ് എവരിതിങ്. പക്ഷെ തൻവി ആ വീഡിയോ മുഴുവൻ കണ്ടിട്ടില്ലായിരുന്നു. തൻവിക്കറിയില്ലായിരുന്നു അജ്മൽ അതിൽ ഒരു പ്രധാന കണ്ണിയാണെന്ന്. എന്നാൽ ആ സമയം തന്നെ അജ്മൽ ഒരു തീരുമാനമെടുത്തു. തൻവി ജീവനോടെ പുറത്തു പോയാൽ ഈ മുഴുവൻ നെറ്റ്വർക്കും പുറത്തു വരും. SI അജ്മൽ തൻവിയോട് പറഞ്ഞു, ആൽബിൻ നിന്നെ കാണാൻ തയ്യാറാണ്. നമ്മൾക്ക് ഒന്നിച്ച് പ്രശ്നം തീർപ്പാക്കാം. നീയും മോളും കൂടെ വാ. തൻവി ആദ്യം അല്പം സംശയിച്ചു. പക്ഷേ മകളെ ഓർത്തപ്പോൾ കുടുംബം വീണ്ടും ഒന്നാകുമെന്ന പ്രതീക്ഷയിൽ അവൾ തയ്യാറായി. തൻവി മകളെയും കൂട്ടി വീട് പൂട്ടി അജ്മലിനൊപ്പം ലിഫ്റ്റ് ഉപയോഗിച്ച് താഴേക്കിറങ്ങി. പക്ഷേ CCTVയിൽ അവർ പുറത്തു പോകുന്നത് കാണുന്നില്ല. അജ്മൽ ആ സമയത്തെ CCTV ഫുട്ടേജ് ഡിലീറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അവർ പുറത്തു പോയതാരും കാണാതിരുന്നത്. തൻവി കരുതിയത് അവർ ആൽബിനെ കാണാൻ പോവുകയാണെന്നാണ്. പക്ഷെ അജ്മൽ അവരെ കൂട്ടിക്കൊണ്ടുപോയത് പാലക്കാട് അടുത്തുള്ള ഒരു ഒറ്റപ്പെട്ട ഫാം ഹൗസിലേക്ക്. ഈ കേസിലെ ഏറ്റവും വലിയ രഹസ്യം തൻവിയെയും തനിഷ്കയും ഫ്ളാറ്റിൽ നിന്ന് പുറത്തെടുക്കാൻ അജ്മലിന് വളരെ എളുപ്പമായിരുന്നു. കാരണം അവൻ അവരുടെ വീട്ടിൽ കയറിയത് ഒരു കുറ്റവാളിയായിട്ടല്ല, ഒരു അതിഥിയായിട്ടായിരുന്നു. ആദ്യമായി ഫ്ളാറ്റ് പരിശോധിക്കുമ്പോൾ എല്ലാം സാധാരണ പോലെ തന്നെയായിരുന്നു. പക്ഷെ ബാൽക്കണിയിൽ ഒരു ചെറിയ കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. നിരത്ത് കിടക്കുന്ന ഒരു പകുതി കത്തിയ സിഗരറ്റ്. തൻവി സിഗരറ്റ് വലിക്കാറില്ലെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി. അപ്പോൾ എന്റെ മനസ്സിലൊരു സംശയം തോന്നി. ആ രാത്രി തൻവിയുടെ ഫ്ളാറ്റിൽ മറ്റൊരാൾ വന്നിരുന്നു. അവൾ തുടർന്നു. ആ സിഗരറ്റ് കണ്ടപ്പോഴാണ് എനിക്ക് ആദ്യമായി തോന്നിയത്, ഇതൊരു സാധാരണ മിസ്സിംഗ് കേസല്ല. തൻവി വിശ്വസിച്ച ഒരാളാണ് ആ രാത്രിയിൽ അവളുടെ വീട്ടിലെത്തിയിരുന്നത്. സൂര്യ അജ്മലിനെ നോക്കി പറഞ്ഞു. ആ ചെറിയ സിഗരറ്റാണ് ഈ കേസിന്റെ ആദ്യ സംശയത്തിന് കാരണമായത്. സൂര്യ മൈക്കിനടുത്തേക്ക് കൂടുതൽ അടുത്തു നിന്നു. ഈ കേസിന്റെ അന്വേഷണം നടത്തുമ്പോൾ ഞങ്ങളൊരു കാര്യമാണ് കണ്ടെത്തിയത്. ഇതൊരു കിഡ്നാപ്പിംഗ് കേസ് മാത്രമല്ല, ഇതിന് പിന്നിൽ ഒരു ട്രാഫിക്കിംഗ് നെറ്റ്വർക്ക് പ്രവർത്തിച്ചിട്ടുണ്ട്. അവൾ സ്ക്രീനിൽ ചില ഫോട്ടോകൾ കാണിച്ചു. കാണാതായ ചില പെൺകുട്ടികളെ. അജ്മലിന്റെ നെറ്റ്വർക്ക് വ്യാജ ജോലി വാഗ്ദാനങ്ങൾ നൽകി നഗരത്തിന് പുറത്തേക്ക് കൊണ്ടുപോയിരുന്നു. അവരെ ചിലരെ മുംബൈ വഴി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടത്തിയിരുന്നു. സൂര്യ തുടർന്നു. അജ്മലിനെ അറസ്റ്റ് ചെയ്തതോടെ അവൻ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നടത്തിയ റെയ്ഡുകളിൽ ചില പെൺകുട്ടികളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരെ കണ്ടെത്താൻ അന്വേഷണം തുടരുകയാണ്. വിഷ്ണുവും അജ്മലിന്റെ നെറ്റ്വർക്കിലെ ഒരു ചെറിയ കണ്ണിയായിരുന്നു. നഗരത്തിൽ പ്രവർത്തിച്ചിരുന്ന സെക്സ് റാക്കറ്റിന് വേണ്ടി വിവരങ്ങൾ ശേഖരിക്കുകയും ചില ജോലികൾ ചെയ്യുകയും ചെയ്ത ആളാണ് വിഷ്ണു. അജ്മലിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അവനെല്ലാം ചെയ്തത്. സൂര്യ മൈക്കിന് മുന്നിൽ നിന്നുകൊണ്ട് ശാന്തമായി പറഞ്ഞു. തൻവിയും അവരുടെ മകൾ തനിഷ്കയും ഇപ്പോൾ സുരക്ഷിതരാണ്. ഹാളിൽ ചെറിയ ആശ്വാസത്തിന്റെ ശ്വാസം പടർന്നു. സൂര്യ വീണ്ടും പറഞ്ഞു. പക്ഷേ അവർ അനുഭവിച്ച ഭയവും വേദനയും മറക്കാൻ കുറച്ച് സമയം വേണ്ടിവരും. ജീവിതം വീണ്ടും പഴയതുപോലെയാകാൻ സമയം തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ മരുന്ന്. അവൾ മൈക്ക് ഓഫ് ചെയ്തു. ഹാളിൽ നിശബ്ദത തളം കെട്ടി നിന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആശുപത്രിയുടെ കോറിഡോർ. തനിഷ്ക ബെഡിലിരുന്ന് കളിക്കുകയാണ്. ആൽബിൻ പതുക്കെ മുറിയിലേക്ക് നടക്കുന്നു. തനിഷ്ക അവനെ കണ്ട് സന്തോഷത്തോടെ വിളിക്കുന്നു. അച്ഛാ. അവൾ ഓടിയെത്തി അവനെ ചേർത്ത് പിടിച്ചു. ആൽബിന്റെ കണ്ണുകൾ നിറഞ്ഞു. ആ നിമിഷം വാതിലിന് സമീപം നിൽക്കുന്ന തൻവിയെ അവൻ കണ്ടു. അവർ തമ്മിൽ കുറച്ചു നിമിഷങ്ങൾ നോക്കി നിന്നു. പറയാനുള്ളത് ഒരുപാട്, പക്ഷേ വാക്കുകളൊന്നുമില്ല. തൻവി ശാന്തമായി മകളെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. ആൽബിൻ അതേ പുഞ്ചിരിയോടെ മറുപടി നൽകി. അതൊരു വാഗ്ദാനമായിരുന്നില്ല, പക്ഷേ വീണ്ടും തുടങ്ങാൻ ഒരിക്കൽ കൂടി ശ്രമിക്കാമെന്നൊരു സൂചന. ഡിയർ ഫ്രണ്ട്സ്, ഈ കഥ ഇവിടെ അവസാനിച്ചു. കൂടുതൽ നല്ല കഥകളുമായി നമുക്ക് വീണ്ടും കാണാം. കഥ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.
കൂടെ ഒരു ലൈക്കും കൂടി. ബായ്.